പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജസ്മ എന്നാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് മാതാവ് തന്ന ഒരനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാക്ഷ്യം തന്നിരിക്കുന്നതും അത്ഭുതം തന്നിരിക്കുന്നതും രോഗശാന്തിയിലൂടെയാണ്. എൻ്റെ കുഞ്ഞ് 2022 3 വയസ്സായ എൻ്റെ കുഞ്ഞിനിപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് കുഞ്ഞ് ജനിക്കുന്നവരേക്കും ഞാൻ വയറിൽ തൈലം വെച്ച് കുരിശ് വരയ്ക്കുമായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിരുന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും അമ്മ പറയും, മാസത്തിലൊന്ന് ഞാൻ ഈ കൃപാസനം പള്ളിയിൽ വരുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ ഉടമ്പടിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. എന്ത് വയ്യായിക വന്നാലും എൻ്റെ അമ്മ പറയാറ്, കുരിശ് വരയ്ക്ക്, മാതാവിനെ വിളിക്ക്, കൃപാസനത്തിൽ പോ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തരാറ്. പ്രഗ്നൻസിയുടെ സമയമായപ്പോൾ സിസേറിയൻ ആണെന്ന് പറഞ്ഞു. പ്രഗ്നൻസി കഴിഞ്ഞു, സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് എമർജൻസി ആയിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തു. പറഞ്ഞു 3 ദിവസം ആണ് അവർ സമയം തന്നിരിക്കുന്നത്, എമർജൻസിയാണ്, കുഞ്ഞിനെ കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ല. ഒരമ്മയിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ഉള്ള അവസ്ഥ ഒരു അമ്മയായിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കുഞ്ഞെൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് തന്നെങ്കിൽ എനിക്ക് തിരിച്ചു തരണം. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രയിലും ഞാൻ കിട്ടിയത്. അങ്ങനെ 3 ദിവസം എനിക്ക് സമയം തന്നു. 3-ാം ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും വണ്ടാനത്തും എൻ്റെ അനിയത്തിയും ഞാനും സാഗര ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. 3-ാം ദിവസം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, കുഞ്ഞിപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും കുഞ്ഞിനെ റിട്ടേൺ കൊണ്ടുവരും എന്നുള്ളത്. അതെനിക്കൊരു വലിയ അനുഗ്രഹമായി തോന്നി. അന്ന് ആ നിമിഷം തൊട്ട് എൻ്റെ മാതാവിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് രോഗശാന്തി ചെറുതും വലുതുമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നിരുന്നു. അത് കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി 6:30 ആയി കഴിഞ്ഞപ്പോൾ, ആ സമയത്ത് ഞാൻ 2025 ഈ ജനുവരിയിൽ തന്നെയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത സമയമായിരുന്നു. ഉടമ്പടി എടുത്ത കൂട്ടത്തിൽ ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ കാശുരൂപമായിട്ടാണ് വീട്ടിൽ പോയത്. അതിൻ്റെ 2 ദിവസം മുമ്പ് എന്തോ സംഭവിക്കുമെന്ന് എനിക്ക് സ്വപ്നം കാണുന്നുണ്ട്. ഞാൻ കുഞ്ഞിൻ്റെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ഈ ചെറിയ കാശുരൂപം ഞാൻ കുഞ്ഞിൻ്റെ കഴുത്തിലിടാൻ തുടങ്ങി. അന്ന് വൈകിട്ട് ജനുവരി 1-ാം തീയതി കുഞ്ഞ് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയും ഞാൻ അവളെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ കാലിൽ പാമ്പ് കടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് കാലിൽ നിന്ന് വിടുന്നില്ല. കുഞ്ഞുള്ള ധൈര്യത്തിൽ മാതാവേ എന്നുള്ള ഒരു വിളി മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ജില്ലാ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്നോട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. വെളുപ്പിന് ഒരു 1 മണി വരേക്കും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നു, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. ഒരു 1:30-2:30 മണിയൊക്കെ ആയപ്പോൾ പറഞ്ഞു, അത്യാവശ്യമാണ്, ആംബുലൻസ് വരും, ഇപ്പോൾ വണ്ടാനം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മാതാവിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തൈലമുണ്ട്, ഉപ്പുണ്ട്, തേനുണ്ട് അമ്മയുടെ കയ്യിൽ. ആംബുലൻസിൽ കിടന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മുഖവും മാതാവിൻ്റെ മുഖവും മാത്രമേ ഓർമ്മയുള്ളൂ. പാമ്പ് കടിച്ച ഭാഗത്ത് അമ്മ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുകൂടെ തേനമ്മ തരികയും ഉപ്പും വായി തന്നിട്ടുണ്ടായിരുന്നു. വണ്ടാനം കൊണ്ടായി പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് അടുത്തത് ലഭിച്ച സാക്ഷ്യം. ഇതിനപ്പുറം എനിക്ക് മെയ് 2-ാം തീയതി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. എന്നിലൂടെ ഒത്തിരി പേര് ഈ കൃപാസനത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മെയ് 2-ാം തീയതി ചോറെടുത്ത്, തിളച്ച ചോറായിരുന്നു, കുഞ്ഞ് അത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ഞാൻ ബെഡ്മ കൊണ്ടുപോയി കിടത്തി. അത് കഴിഞ്ഞ് ചോറെടുത്ത് വരാൻ നേരത്ത് കാല് സ്ലിപ്പായി, ചുമരിലേക്ക് ചോറിൻ്റെ കലവും ചോറും കൂടെ വീണ് ഓപ്പോസിറ്റ് വന്ന് തല തൊട്ട് കാല് വരേക്കും പൊള്ളി, മേലും മൊത്തം. ഈ മാസം 2-ാം തീയതിയാണ്. പെട്ടെന്നായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു 3 മാസമെങ്കിലും സമയമെടുക്കും, 2nd സ്റ്റേജാണ്, ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതാണ് ഫോട്ടോ, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതുപോലെ എൻ്റെ തല തൊട്ട് താഴെ ഭാഗം ഫുള്ളായിട്ട് പൊള്ളിപ്പോയായിരുന്നു. ടോയ്ലറ്റിൽ പോയി ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ്. എൻ്റെ തല, ഫേസ്, നെക്ക്, ബാക്ക്, ബട്ടക്സിൻ്റെ സൈഡ്, ഫ്രണ്ട്, ആ മുഖമാണ് ഇത്. മാതാവിനോട് ഞാൻ ഒത്തിരി കരഞ്ഞു. പൊള്ളിയ പാടെ വേദന സഹിക്കാൻ വയ്യാതെ ബാത്റൂമിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞത്, മാതാവേ, വെള്ളം കോരി ഒഴിക്കുമ്പോഴും പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, മാതാവേ, നിൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും വന്ന് നിൽക്കുന്നതാണ്, എനിക്കിതിന് ഒരു ഉത്തരം തരണം. എൻ്റെ മുഖത്ത് ചെറിയ പാട് തന്നാലും
വലുതാക്കരുത്. കാരണം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. 2-ാം ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ കണ്ണിന് ഫുള്ളായിട്ട് അടഞ്ഞു പോയി. കാഴ്ചയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പൊള്ളി. ആ സമയം തൊട്ട് എൻ്റെ അമ്മയുണ്ട്, എൻ്റെ കുഞ്ഞിവിടെയുണ്ട്. അമ്മ നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ തൈലം ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അമ്മ ഒന്നരാടമായിട്ട് എൻ്റെ പൊള്ളിയ ഭാഗത്ത് ഇട്ട് തരും. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡോക്ടർ വന്ന് വല്ല പഴുപ്പോ കാര്യങ്ങളോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അമ്മഴും പറഞ്ഞൊരു കാര്യം, കുഴപ്പമില്ല, കുരിശ് വരച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 2-ാം ദിവസം ആയപ്പോൾ ഓർക്കണം, കണ്ണ് മൊത്തം അടഞ്ഞുപോയി, കൊമളയായി മൊത്തം. എനിക്ക് ഇരിക്കാൻ വയ്യ, എണീക്കാൻ വയ്യ. ഹസ്ബൻഡിനോട് കരച്ചിലും ദേഷ്യവും മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസമെങ്കിലും റിക്കവർ ആവാൻ വേണ്ടി സമയമെടുക്കും, അതുകൂടെ നമുക്ക് ലേസർ ചെയ്താലേ ഈ പാടെല്ലാം മാറുള്ളൂ എന്ന്. അങ്ങനെ 3-ാം ദിവസം കഴിഞ്ഞു. 2 ആഴ്ച കിടക്കണം എന്ന് പറഞ്ഞ് ഞാൻ കറക്റ്റ് 6-ാം ദിവസമായി. 7-ാം ദിവസം മെയ് 7-ാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ ചെന്ന് ഒരാളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാൾ മാതാവ് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ മുമ്പിൽ വരണതാണ്. എന്നിട്ട് മാതാവ് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? എനിക്കൊരു ജോലി റെഡിയായിരുന്നു കോഴിക്കോട്, എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി റെഡിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റിട്ടേൺ വരണ സമയത്താണ് ഈ സംഭവം നടന്നത്. ഞാൻ ഒത്തിരി കരഞ്ഞായിരുന്നു, ദേഷ്യവും വാശി. എനിക്ക് കുഞ്ഞിനെ പോലും എടുക്കാൻ വയ്യ. എൻ്റെ കുഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് മൊത്തം അടഞ്ഞു പോയപ്പോൾ എൻ്റെ അടുത്ത് വരാതെയായി. എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവർ ആവുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഞാൻ അമ്മയുടെ അടുത്ത് ഇരുന്നപ്പോൾ പറഞ്ഞു, ഒരു മണം വരുന്നുണ്ട്, മുല്ലപ്പൂവിൻ്റെയാണോ എന്താണെന്നറിയത്തില്ല. 1 മിനിറ്റ് അങ്ങാണ്ട് ആ മണം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്തു. പക്ഷേ നഴ്സുമാർ വന്ന് ക്ലീൻ ചെയ്ത് ഈ മുറിവൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്, യൂറിൻ വരേക്കും പോകും. ഒരവസ്ഥ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. മാതാവിനെ തന്നെ വിളിച്ചു, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. അന്നും രാത്രി കിടക്കുമ്പോൾ എന്തുകൊണ്ട് മാതാവേ നീ എനിക്കിത് തന്നു എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെന്ന് 3-ാം ദിവസമായി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി 3-ാം ദിവസമായപ്പോൾ എൻ്റെ കുഞ്ഞ് 2 ദിവസമായിട്ട് പറയുന്നു ഹസ്ബൻഡിനോട്, എൻ്റെ അടുത്ത് കിടക്കാൻ അവൾക്ക് പേടിയാണ്. ഹസ്ബൻഡിനോട് പറയുന്നു, മാതാവ് വന്നായിരുന്നു, ഈശോ വന്നായിരുന്നു, മമ്മിയുടെ ഉവ്വാവും എല്ലാം മാറ്റിക്കൊടുത്തു. 3 വയസ്സേ അവൾക്ക് പ്രായമുള്ളൂ. മാതാവ് ഈശോ എന്ന് മാത്രം പറയുന്നൊരു കൊച്ച് ഇത്രയും ഡീപ്പായിട്ട് ആ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും ക്ലിയർ ആയിട്ട് പറയാൻ ഒരു വഴിയില്ല. മാതാവ് വന്നു, ബീച്ചിൻ്റെ സൈഡിലാണ് വന്നത്. മമ്മിയുടെ ഉവ്വാവ് മാറ്റിക്കൊടുത്ത് പറന്ന് പോയി എന്ന് പറഞ്ഞു. അന്ന് ആ ദിവസം തൊട്ട് എനിക്ക് വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് പൊളിഞ്ഞു പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ എനിക്ക് വന്നിരുന്നോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 1 മാസം മറ്റന്നാൾ ജൂൺ 2-ാം തീയതിക്ക് വരണേ ഉള്ളൂ. പക്ഷേ 1 മാസം കൊണ്ട് എൻ്റെ മുഖം കാണണം, ഇങ്ങനെ ആവുമെന്ന് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടില്ല. 2ാമത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇത് എന്തൊരു മിറാക്കിളാണ്. പക്ഷെ അന്ന് തൊട്ട് അവസാനം വരേക്കും കുരിശ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്കായിട്ടാണെങ്കിലും ഞാൻ നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു. മാതാവിൽ ഉറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത്. എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും ടെൻഷനായിരുന്നു. കാരണം ഇനി എന്ത് ചെയ്യും, ഈ മുഖം വെച്ചേ എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അമ്മ എന്നെ കൈ പിടിച്ച് നടത്തി. ഇന്ന് ഈ നിമിഷം ഇത്രയും പാട് വന്നിട്ടും ഡോക്ടർ ചോദിച്ച ഒരു കാര്യമാണ്, ഇത് അത്ഭുതമാണല്ലോ, ഇങ്ങനെ ഒരിക്കലും മാറത്തില്ല, 3 മാസം കഴിഞ്ഞ് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ പോയപ്പോൾ പറയുകയാണ് ലേസറിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ മാറുമല്ലോ എന്നുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരേക്കും കുരിശ് വരയ്ക്കുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം മുടി പോയി, ഐബ്രോസ് പോയി, കൺപീലി കൊഴിഞ്ഞു പോയി. പക്ഷേ ഇതൊക്കെ പോയപ്പോഴും വിഷമമുണ്ടെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചിനാണ് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് അവളെ എടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് കുഞ്ഞായിരുന്നെങ്കിൽ കിട്ടത്ത് പോലും ഇല്ലായിരുന്നു എന്ന്. പാമ്പ് കടിക്കേണ്ടതും കുഞ്ഞിനായിരുന്നു. അന്നും ഞാൻ ഉടമ്പടിയിലായിരുന്നു, നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു. കുഞ്ഞ് ജനിച്ച അന്ന് തൊട്ട് മിറാക്കിളാണ്. അവൾക്ക് മാതാവിനെ നന്നായിട്ട് അറിയാൻ പറ്റും. കുഞ്ഞിലൂടെയാണ് ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ തരുന്നത്, രോഗശാന്തിയാണ് ഏറ്റവും കൂടുതൽ തരുന്നത്. ഇത്രയും തന്ന മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ഫേസ് മാത്രമല്ല എല്ലാ ഭാഗവും പൊള്ളിയിട്ടുണ്ടായിരുന്നു. യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എല്ലാ മാസം പള്ളിയിൽ വരുമ്പോൾ ഞാൻ ആകെ പറയുന്ന വലിയൊരു കാര്യം, മാതാവേ അസുഖം തരരുത്, സാമ്പത്തിക പ്രശ്നം നമുക്ക് മാറ്റാം, വേറെ എന്ത് നമുക്ക് തരണം ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ഒരു രോഗം വന്നു പോയാൽ നമ്മുടെ അടുത്ത് ആരും ഇല്ലെങ്കിലും നമുക്ക് ഒരു കുഞ്ഞുള്ള കാരണം നമുക്ക് അതുപോലെ നിൽക്കാനും പറ്റണം.
ഇത്രയും തന്ന മാതാവിന് ഈ ഒരു റിക്കവർ ചെയ്ത് എനിക്ക് ഇത് ഒരു വിശ്വാസമല്ല, മെഡിസിനിൽ ഒരിക്കലും ഇത്രയും വരില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്നെ ആ സമയത്ത് വീഡിയോ കോൾ ചെയ്ത് ഇൻഫെക്ഷൻ ആയത് കാരണം ആരും അടുപ്പിക്കില്ലായിരുന്നു. ആ സമയത്ത് എന്നെ കണ്ടവരെല്ലാവരും പറഞ്ഞിരുന്നത് കണ്ണ് പോകും. കണ്ണിൻ്റെ ഡോക്ടർ വന്ന് 3 ദിവസം 4 ദിവസമായിട്ട് എനിക്ക് മെഡിസിൻ തന്നിരുന്നു. കണ്ണ് കാഴ്ചയില്ലാത്ത അവസ്ഥ, വേദന, ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നം, ഇതൊക്കെ മാതാവ് എങ്ങനെ തരണം ചെയ്ത് ഇന്ന് ഈ നിമിഷം വരേക്കും എത്തിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ള കാരണം എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. എന്നെ കഴിയുന്ന രീതിയിൽ എൻ്റെ മുമ്പിൽ കൈനീട്ടിയ ആരെയും ഞാൻ കാണാതെ പോയിട്ടില്ല. ചെറുതായും വലുതായും എനിക്ക് പറ്റുന്ന രീതിയിൽ ഭക്ഷണമായിട്ടോ പൈസയായിട്ടോ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ പത്രം മേടിച്ച് കൊടുക്കുമായിരുന്നു. ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ പോകാനാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ ഒരു അത്ഭുതം എന്നിലൂടെ എത്രയോ പേര് വന്നിവിടെ സാക്ഷ്യം പറയണമെന്നും തന്നെയാണ്. ഞാനും വിശ്വസിച്ചിരുന്നില്ലായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ശരിയാണ് മാതാവ് ഉണ്ട്, കൃപാസനമുണ്ട് എന്നൊക്കെ വിചാരിച്ചിരുന്നു. കുഞ്ഞിന് സിസേറിയൻ കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചത് മാതാവുണ്ട്, പക്ഷേ ഇത്രയും അത്ഭുതം തരുമെന്ന് എൻ്റെ ഏത് നിമിഷവും മാതാവ് കഷ്ടപ്പാട് തരും, സഹനങ്ങൾ തരും. പക്ഷെ അത് സഹിക്കാനുള്ള ക്ഷമയും കരുത്തും തന്നിരുന്നു. ഇനി ഈ നിമിഷം വരേക്കും എൻ്റെ കൂടെ മാതാവുണ്ട്. ഇനിയും മുന്നോട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ പോകാനും മാതാവിനോട് ഇടപെടാനുമാണ് എനിക്ക് ആഗ്രഹം. തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. വിലാപങ്ങൾ 3-ാം അധ്യായം 49-50 തിരുവചനങ്ങൾ. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നതുവരെ അത് നിലയ്ക്കുകയില്ല. ജോസ്മി ആൻ്റണി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 3 അനുഭവങ്ങളെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യത്തേത്, 2ാമത്തെ കുഞ്ഞ് പിറക്കുന്ന നാളിൽ കുഞ്ഞിനുണ്ടായ ഗുരുതരമായ രോഗാവസ്ഥ, അത് ക്ലേശകരമായി കിട്ടുമോ ഇല്ലയോ എന്നുള്ള അവസ്ഥകളൊക്കെ കുടുംബം കടന്നുപോയപ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിലൂടെയും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും കുഞ്ഞിൻ്റെ ആരോഗ്യം പൂർണ്ണമായി തിരികെ കിട്ടുകയും അതിന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ മകൾ നന്ദി പറയുന്നു. പിന്നീടുള്ള 2 അനുഭവങ്ങൾ 2025 ലഭിച്ച സൗഖ്യങ്ങളാണ്. 25 ജനുവരിയിൽ മകൾ കുഞ്ഞിനെ എടുക്കുവാനായി പുറത്തേക്ക് പോകുമ്പോൾ പാമ്പ് കടിച്ചതാണ് വിഷയം. അത് ഗുരുതരമായ രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. മകൾ പറയുന്നു, ആ പാമ്പ് കടിച്ച നിമിഷം തന്നെ ഞാൻ ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അമ്മയുടെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ ഉടമപ്പെടുത്തി ഉടമ്പടി ഉപ്പ് ഇത്തിരി വെള്ളത്തിൽ കലക്കി കുടിക്കുകയും ഉടമ്പടി തേനുള്ളിൽ സേവിക്കുകയും മാതാവ് കാത്തോളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മണിക്കൂറുകളിൽ ചെലവഴിക്കുകയും ചെയ്തു. കുറേ കഴിഞ്ഞ് ഇത് വീണ്ടും ഗൗരവതരമായി മാറുമ്പോൾ സഹോദരിയുടെ അമ്മ വീണ്ടും ഉടമ്പടി തൈലമെടുത്ത് മുറിവുകളിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ ആപത്തിൽ നിന്നും എല്ലാ വിഷത്തിൻ്റെ തീവ്രതകളിൽ നിന്നും പൂർണ്ണമായ സംരക്ഷണവും സൗഖ്യത്തിനും വേണ്ടി അമ്മ മാതാവിന് ഉടമപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നു. അത് മകൾ പറയുന്നുണ്ട്, സമയച്ചുരുക്കത്തിന് അമ്മ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇത് ഗുരുതരമായി കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്നും നിസ്സാരമായി സൗഖ്യപ്പെടുത്തി പൂർണ്ണ ആരോഗ്യം നൽകി മകളെ ഭവനത്തിലേക്ക് അയച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത്. 3ാമത് മകൾ സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ ഈ മാസം മകൾക്കുണ്ടായ ഏറ്റവും ക്ലേശകരമായ ഒരു അപകടമാണ്. അത് കന്നി വാർത്ത് വയ്ക്കുമ്പോൾ സ്ലിപ്പായി നിലത്ത് വീഴുകയും കന്നി മുഴുവനും ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ മുഴുവനും പടർന്നിറങ്ങി ആ ശരീരം ആസകലം പൊള്ളിയതിനെക്കുറിച്ചാണ് മകളതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നമ്മളെ കാണിക്കുന്നുണ്ട്. മകളുടെ മുഖം കാണാനാവാത്ത വിധം വികൃതമായി ശരീരത്തിൻ്റെ പുറവും അകവും മുൻവശവും പിറകുവശവും ഒരുപോലെ തന്നെ മുഴുവനും ഓരോ ഇടവും പൊള്ളി വെന്ത് വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഇത് വളരെ വേഗത്തിൽ സൗഖ്യപ്പെടില്ലെന്ന്, ഗുരുതരമായ വളരെ കാര്യമായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന്, ലേസർ ചികിത്സ ആവശ്യമുണ്ടെന്ന്, അതോടൊപ്പം തന്നെ ഒത്തിരി നാളത്തെ ചികിത്സ ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ അവസ്ഥയിൽ ഒന്ന് കിടക്കുവാനോ ഇരിക്കുവാനോ നിൽക്കുവാനോ നടക്കുവാനോ ഒന്നും പറ്റാത്ത വിധം ഏറെ ദയനീയമായി മകളുടെ അവസ്ഥ മാറിയതിനെയാണ് മകൾ സൂചിപ്പിച്ചത്. അത്ര കണ്ട് ദയനീയമായി തൻ്റെ ആ ഒരു അപകടം മാറുമ്പോൾ മകൾക്കാകെ ആശ്രയം, ഉള്ള ഏക ആശ്രയം
അത് കൃപാസന മാതാവ് മാത്രമാണ്. മകൾ പറയുന്നുണ്ട്, പൊള്ളൽ വീണ ആ നിമിഷം തന്നെ ഞാൻ ഉടമ്പടിയുപ്പ് എൻ്റെ കൈകളിലെടുത്ത് എൻ്റെ ശരീരം മുഴുവനും ഞാൻ വിതറി, എൻ്റെ മുഖത്തും ശരീരത്തും വിതറിയിട്ടാണ് അമ്മയെ വിളിച്ച് നിലവിളിയോടെ ഞാൻ പ്രാർത്ഥിച്ചത്. അമ്മ മാതാവ് കൂടെ നിന്ന് എനിക്ക് സൗഖ്യം നൽകണമേ എന്ന്. ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ഞാൻ ഒത്തിരി പേരെ മേക്കപ്പിന് വേണ്ടി പോകുമ്പോൾ എന്നെ തന്നെ ഒന്ന് അവതരിപ്പിക്കുവാൻ എൻ്റെ മുഖം തന്നെ വികൃതമായി പോയാൽ എൻ്റെ ജോലി, എൻ്റെ കുടുംബം അതേറെ ക്ലേശത്തിലാകും. അമ്മ മാതാവ് സഹായിക്കണമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഉടമ്പടി ഉപ്പെടുത്ത് ഞാൻ എൻ്റെ ശരീരം മുഴുവനും വിതറിയിരുന്നു. അമ്മയുടെ സംരക്ഷണയിലേക്കാണ് ഉടമപ്പെടുത്തിയത്. എന്നിട്ട് എൻ്റെ അമ്മ വന്ന ഉടമ്പടി തൈലമെടുത്ത് എല്ലാ മുറിവുകളിലും പൊള്ളലേറ്റ ഓരോ ഇടങ്ങളിലും കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിന് സമർപ്പിച്ചതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് ചെല്ലുന്നത്. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അത് സെക്കൻഡ് സ്റ്റേജ് ആയെന്നും അത് പൊള്ളൽ ഗൗരവമുള്ളതാണെന്നും തേർഡ് സ്റ്റേജ് ആയിരുന്നെങ്കിൽ അത്രത്തോളം എത്തിയാൽ അത് പൂർണ്ണമായും ആളെ കിട്ടുക തന്നെ പ്രയാസമാണെന്നും അവരറിയിക്കുന്നുണ്ട്. എങ്കിലും 3-4 മാസം തുടർച്ചയായ ചികിത്സ ആവശ്യമുണ്ടെന്ന്, 6 മാസമോ അതിലധികമോ ആൾ ശരിയായി കിട്ടുവാൻ വേണ്ടി വരുമെന്ന്, ലേസർ ചികിത്സയിലൂടെ മാത്രം അല്പമെങ്കിലും ആ ശരീരത്തിൻ്റെ നോർമൽ കളറുകളൊക്കെ ശരിയാക്കി എടുക്കുവാൻ പറ്റും വിധം മുറിവുകളെയൊക്കെ നമുക്ക് ഉണക്കാമെന്നും ഒക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. മകൾ പറയുന്നുണ്ട്, ആശുപത്രി കിടക്കയിൽ ഓരോ നിമിഷവും ഞാൻ കൃപാസന മാതാവിനോട് ഇടതടവില്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് മരുന്നോ ലേപനമോ അല്ല, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ വചനവും എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യവുമായി തീരുന്നതിന്, എനിക്ക് സൗഖ്യം നൽകുന്നതിന് വേണ്ടി നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സഹോദരിയുടെ അമ്മ നിരന്തരം ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും അത് അമ്മ മാതാവ് സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടിയും ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ഏതാണ്ട് 28 ദിവസം കഴിയുമ്പോൾ, ഏതാണ്ട് 180 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞ രോഗത്തിൻ്റെ സൗഖ്യമാണ് 28 ദിവസം കഴിയുമ്പോൾ മറ്റ് ഗൗരവമുള്ള ഒരു ചികിത്സയും ചെയ്യാതെ ഈ മകൾ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്ര വലിയ അപകടത്തിലും കൂടെ നിന്ന് സൗഖ്യവും ആശ്വാസവും പകരുന്ന അമ്മ എങ്ങനെ കൂടെ നിന്ന് സഹായിക്കുമെന്ന് മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, എനിക്ക് സൗഖ്യം ലഭിക്കുന്നതിന് 2 അടയാളങ്ങൾ എൻ്റെ അമ്മ എനിക്ക് കാട്ടിത്തന്നു. ഒന്ന്, ഒരു സുഗന്ധാഭിഷേകമാണ്. ഒരല്പനേരത്തേക്ക് മാത്രം നിന്ന സുഗന്ധാഭിഷേകത്തിൽ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ അരികിലുണ്ടെന്ന്. 2-3 വയസ്സെത്താത്ത എൻ്റെ മകൾ പറയുന്ന 2-3 വാചകങ്ങളാണ്. ഈശോയും മാതാവും എൻ്റെ അരികിൽ, എൻ്റെ അമ്മയുടെ ഉവ്വാവ് മാറ്റുവാൻ അടുത്തെത്തി പറന്നു പോകുന്നത് കണ്ടു. അതെവിടെ കണ്ടു? അത് കടലിനരികെയാണ് കാണുന്നത് പോലും. അത് കൃപാസന മാതാവാണ് കടലിൻ്റെ തിരമാലകൾക്ക് മേൽ ഉയർന്നു നിന്നുകൊണ്ട് ലോകത്തിൻ്റെ ദുരന്തങ്ങൾക്ക് മുഴുവനും അത് പ്രാർത്ഥിക്കുവാനും സൗഖ്യവും ആശ്വാസവും കിട്ടുമെന്ന് അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് അതേ മാതാവിനെ കുറിച്ചാണ് ആ കുഞ്ഞ് ഈ അമ്മയോട്, ജീവിത പങ്കാളിയോട് പറഞ്ഞുകൊണ്ട് അത് കൈമാറിക്കൊടുക്കുന്നത്. ആ ദിവസം മുതൽ സഹോദരി പറയുന്നുണ്ട്, അത്ഭുതകരമായ രീതിയിൽ ആ പൊള്ളലിൻ്റെ മുഴുവൻ പൊറ്റകളും മറ്റ് കാര്യങ്ങളുമൊക്കെ അടിഞ്ഞടിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു, മാറിക്കൊണ്ടിരുന്നു. ഇന്ന് മുഖത്ത് നമുക്ക് വികൃതമായി ഒന്നും കാണാതെ സൗന്ദര്യത്തോടുകൂടി തന്നെ ആ മുഖം നിൽപ്പുണ്ട്. അതെല്ലാം മാറി സൗഖ്യത്തോടുകൂടി മകൾ നിൽക്കുന്നു. ഒരു മരുന്നും എടുക്കുന്നില്ല, ഒരു ലേപനവും പൂശുന്നില്ല, ശരീരത്തിന് വേദനയോ നീറ്റലോ ഒന്നുമില്ല. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് മകൾ പറയുന്നു, എൻ്റെ കൃപാസന മാതാവ് അത്ഭുതകരമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വലിയ അപകടത്തിൽ, വലിയ പൊള്ളലിൽ പൂർണ്ണ സൗഖ്യം നൽകി എന്നെ സഹായിച്ചിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, അമ്മയുടെ കരങ്ങളിലേക്ക് വലിയ കാര്യങ്ങൾ എന്ത് കൊടുത്താലും അത് ഏറ്റെടുത്ത് നമുക്ക് വിശ്വസിക്കുവാനാവാത്ത വിധം നമ്മുടെ ജീവിതത്തെ സഹായിച്ച് അനുഗ്രഹിച്ച് ഈശോയുടെ കൃപയും സംരക്ഷണവും നേടിത്തന്നുകൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം, ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, സൗഖ്യത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കൃപാസന മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ 1000 നന്ദികൾ അർപ്പിക്കുന്നു, സ്തുതികൾ അർപ്പിക്കുന്നു. ഞാനിവിടെ 2019 മാർച്ച് 3-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് കാലുകുത്തുന്നത്. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്നായിരുന്നു. അത് 2 പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം 3-ാം തവണയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നത്. എൻ്റെ പേര് രാജീസ് വർഗീസ് എന്നാണ്.
ഞാൻ കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി ഇടവക അംഗമാണ്. എനിക്കിവിടെ പറയാനുള്ളത്, മുൻ സാക്ഷ്യങ്ങളിലെല്ലാം പറഞ്ഞത് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. ഇപ്പോൾ 2023 ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വലിയൊരു അസുഖമുണ്ടായി. അസുഖമെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ത്രീകൾക്ക് പറഞ്ഞാൽ അറിയാം, ഹെവി ബ്ലീഡിങ്. ഒരു നിലയ്ക്കും മനുഷ്യൻ എന്ന് പറഞ്ഞൊരാൾ നിന്ന് ഉരുകി പോണ പോലെ തോന്നും. ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചു. ഉടമ്പടി എടുത്തിട്ടും എന്തുവാണ് മാതാവ് എനിക്കിങ്ങനെ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. എന്നിരുന്നാലും എൻ്റെ പ്രവർത്തനങ്ങളും ഉടമ്പടി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വീഴ്ചയില്ലാതെ വയ്യെങ്കിലും ഞാൻ അത്ര ക്ഷീണിതയായാലും ഞാൻ എൻ്റെ ഉടമ്പടി തെറ്റിച്ചിട്ടില്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് വന്നു. അത് എനിക്കിവിടെ വിവരിച്ച് പറയാൻ പറ്റില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദരിമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും ഹെവി ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്. പക്ഷേ മരുന്നുകളാണെങ്കിൽ മുഴുവൻ അലർജിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മരുന്നുകളുടെ പുറകെ പോകാനും പറ്റില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥനയിൽ മാത്രം നിന്നു. പതിവ് പോലെ ഞാനിവിടെ വരും, ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിക്കും, പുതുക്കും, പോകും, ഇവിടെ കുറേ നേരം ഇരിക്കും, കൊന്ത ചൊല്ലും, അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിവിടുന്ന് പോകും. അപ്പോൾ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി, ഈശോ നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്, രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളുമ്പിലെന്ന് തൊട്ടാൽ സുഖം പ്രാപിക്കും എന്നുള്ളൊരു വിശ്വാസം. അത് എൻ്റെ ഈശോയിനെ ഞാൻ ജോസഫച്ചനിൽ കണ്ടിട്ട്, ജോസഫച്ചൻ്റെ ഉടുപ്പിൻ്റെ തുമ്പിൽ ആ വിളുമ്പിലൊന്ന് എനിക്ക് തൊടാനൊന്ന് പറ്റിയെങ്കിൽ ഞാൻ സുഖം പ്രാപിക്കുമെന്നുള്ളത് എനിക്ക് അങ്ങനെ മനസ്സിൽ ഞാൻ അങ്ങനെ തോന്നിയെങ്കിലും അടുത്ത് ചെന്നു ടോക്കൺ എടുത്തു. അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാനായിട്ട് പേടിയാണ്. ഉടുപ്പമ്മക്ക് തൊടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമായിരുന്നു. അതൊന്നും ചെയ്തില്ല. അച്ഛൻ്റെ അടുത്ത് രോഗത്തിൻ്റെ ഒരു ടോക്കൺ എഴുതിയത് കൊടുത്തു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സൈത്തിൽ എൻ്റെ കൈവിരൽ തമ്പ് മുക്കി. ഈ കൈവിരൽ എന്നോട് പറഞ്ഞു, ഉദരത്തിൽ കുരിശിട്ട് നീ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അതുപോലെ തന്നെ ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഉദരത്തിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അച്ഛനെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് പേടിയാണ്. അച്ഛൻ്റെ ഉടുപ്പിൻ്റെ വിളിമ്പിൽ തൊടാനായിട്ട് ആഗ്രഹിച്ച് എനിക്ക് ഭയം കൊണ്ട് അച്ഛനെ നോക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാനിവിടുന്ന് പോന്നു, വീട്ടിൽ വന്നു. അന്ന് എനിക്ക് ഭയങ്കരമായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, കൂടുതൽ മേലാണ്ടായി എനിക്ക്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. എന്താണ് ഇങ്ങനെ കുറയാത്ത, ഇനി ഹോസ്പിറ്റലിൽ പോയാൽ എന്താ ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, 2-ാം ദിവസം വന്നതാണ് എനിക്ക് സ്വിച്ച് ഇട്ട പോലെ ഇത് കംപ്ലീറ്റ് ഇല്ലാതായി. എനിക്ക് വളരെ ആശ്വാസം തോന്നി. ഇത് എവിടെ പോയി, ഇത്രയും വലിയൊരു സംഭവമായിരുന്നത് പിന്നീട് എനിക്ക് ഇന്ന് വരെ ഈ തീയതി വരെ ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു കാര്യം. രണ്ടാമത് പറയുകയാണെങ്കിൽ ഈശോ അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹം എന്ന് പറയണത്, എൻ്റെ കണ്ണിനകത്ത്, വലത് കണ്ണിനകത്ത് ഒരു അരിമ്പാറ ഈ കണ്ണിൻ്റെ തടത്തിൽ, കണ്ണിൻ്റെ ഈ കണ്ണിമ വെട്ടുമ്പോഴത്തേനും അത് തടയുമായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമായിരുന്നു എനിക്ക്. അത് കണ്ണ് അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ കോട്ടയത്ത് തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. അത് ഡോക്ടർ നോക്കിയപ്പോഴത്തേനും പറഞ്ഞു, അത് ഒരു പ്രത്യേകം പോലെ തോന്നുന്നല്ലോ, അത് സർജറി ചെയ്യണം, അതിന് വേണ്ടി വലിയൊരു സർജനെ പുറത്തുനിന്ന് കൊണ്ടുവരണം, അത് ബയോപ്സിക്ക് വിടണം എന്നൊക്കെ പറഞ്ഞ് തന്നെ അവിടുന്ന് ഞാൻ പോന്നു. അത് കേട്ടിട്ട് വളരെ വിഷമത്തോടു കൂടി പോന്നു. അതൊക്കെ കണ്ട് കാലം തൊട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ഈ ഉടമ്പടി തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഈ സർജറിയൊക്കെ ഭയമാണ്, എനിക്ക് എന്നെക്കൊണ്ട് വയ്യ, അമ്മ മാതാവ് തന്നെ എനിക്കത് മാറ്റി തരണമെന്ന് ഞാൻ പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കണ്ണ് അടയ്ക്കാനും തുറക്കാനൊക്കെ വായിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് ഈ മാതാവിൻ്റെ ഈ തൈലം വെച്ച് കുരിശിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട്
എൻ്റെ കണ്ണിനകത്ത് ഇപ്പോൾ അടയാളം പോലും കാണുന്നില്ല. ഒരു വലിയ പയറുമണി വലുപ്പത്തിലുണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല, അരിമ്പാറ കാണുന്നേ ഇല്ല, എവിടെ സ്ഥലം പോലും എനിക്കറിയുന്നില്ല. ഇപ്പോൾ അത്രയും പ്രയാസപ്പെട്ട 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിരുന്നത്, എനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഈശോ മാതാവ് തന്നിട്ടുണ്ട്. അത് ഇവിടെ സാക്ഷ്യം പറയാൻ അത്രയും സമയം തികയില്ല. അതുപോലെ തന്നെ ഈ പത്രത്തിൽ എഴുതി കുറിക്കാനും പറ്റില്ല. ദിനംതോറും ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾ കൊച്ചും വലുതുമായിട്ട് ഞാൻ ചിന്തിക്കേണ്ട അപ്പുറത്തായിട്ട് ഈശോ എനിക്ക് എല്ലാം തരുന്നുണ്ട്. ഈശോയുടെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ നിയമാവർത്തനം 28:10 പറയുന്നുണ്ടല്ലോ, നിൻ്റെ നാമം നീ വഹിക്കുന്നത്, ഈശോയുടെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള ജനങ്ങൾ നിന്നെ ഭയപ്പെടുമെന്ന്. ആ ഒരു തിരുവചനം അനുസരിച്ച് ഞാൻ പുറത്തു പോകുമ്പോൾ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈശോ തമ്പുരാനും മാതാവും എനിക്ക് എല്ലാം ചെയ്തു തരുന്നുണ്ട്. ഒന്നിനും ഞാൻ നിരാശയായിട്ട് മടങ്ങി വന്നിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു പത്രത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഉടമ്പടി പത്രം വിതരണം 10 കിറ്റ് വരെ ഇപ്പോൾ ആയി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ചെയ്യുന്നത്, ഇവിടുന്ന് കോട്ടയത്തുനിന്ന് ഞാൻ ട്രെയിൻ കയറും. ഓടുന്ന ട്രെയിനിലെല്ലാം പാസഞ്ചേഴ്സുകൾക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് ഈ പത്രങ്ങളെല്ലാം തന്നെ ഞാൻ ഈ അറ്റം തൊട്ട് അങ്ങറ്റം വരെ നടന്നുകൊണ്ട് പത്രം ഞാൻ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അത് തൃശ്ശൂർ വരെ ചിലപ്പോൾ നീളും എൻ്റെ യാത്ര. അവിടെ നിന്ന് റിട്ടേൺ ബാക്ക് വീണ്ടും കോട്ടയത്തോട്ട് വരും. പിന്നെ അവശേഷിക്കുന്ന പത്രങ്ങളുണ്ടാവും കുറേ എന്നാലും. അപ്പോൾ ഞാൻ KSRTC ബസ്സിൽ പോകും. ബസ്സുകൾ 14 ജില്ലകളിലും പോകുന്ന KSRTC ബസ്സുകളിലെല്ലാം ഞാൻ കയറി യാത്രക്കാർക്കൊക്കെ ഞാൻ ഈ പത്രം കൊടുക്കും. ചിലർ എന്നെ വഴക്ക് പറയും, എന്നെ ഓടിക്കും. അപ്പോഴും ഞാൻ പത്രം ബസ്സിൻ്റെ ജനൽ വഴി താഴ്ത്തിട്ടിട്ടുണ്ട്. ചവിട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ ഓടി ചെന്ന് ഈ പത്രം നെഞ്ചോട് അടക്കി മാതാവേ ക്ഷമിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ എടുത്തു. വീണ്ടും ഞാൻ അതുപോലെ എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്, എൻ്റെ വീടിനടുത്ത് 1 കിലോമീറ്റർ ദൂരെ ഒരു ആശ്രമമുണ്ട്. അമ്മമാർ മാത്രം താമസിക്കുന്ന ഒരു ആശ്രമമാണ്. 36 അമ്മമാരുണ്ട് എനിക്ക് അവിടെ. ആ അമ്മമാരെ മുഴുവൻ എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ പോകും. ആ ബുധനാഴ്ചകളിൽ അവിടെ പോയിട്ട് അമ്മമാരുടെ കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും റൂമുകളൊക്കെ ഞാൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും. ആ അമ്മമാരെല്ലാം നിരത്തിയെടുത്ത് നിർത്തി കസേരയിൽ ഇരുത്തി കാലിൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് ഞാൻ എല്ലാ അമ്മമാരുടെ നഖം വെട്ടി കൊടുക്കുമായിരുന്നു. കൈനഖവും കാലിൻ്റെ നഖമൊക്കെ വെട്ടി കൊടുക്കും. പിന്നെ ഞാൻ അവരുടെ വസ്ത്രങ്ങൾ കഴുകാറുണ്ട്. പിന്നെ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ പാത്രങ്ങൾ കഴുകാൻ പോലും പറ്റാതെ അമ്മമാർ വിഷമിക്കുന്നത് കാണുമ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി കൊടുക്കുമായിരുന്നു. അതുപോലെ അതെൻ്റെ ഒരു ജീവിത ദിനചര്യയായിട്ട് ഞാൻ എല്ലാ ബുധനാഴ്ചയും ആ അമ്മമാരെ സന്ദർശിക്കാൻ പോവും. മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ട് അവിടെ ഞാൻ സർജിക്കൽ വാർഡ് സന്ദർശിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ പോകും. പിന്നെ ന്യൂറോ വാർഡിൽ പോകും, ഓങ്കോളജി തൊട്ട് അങ്ങനെ ഞാൻ എല്ലാ വാർഡുകളിലും പോകും. അവരൊക്കെ സമാധാനം കൊടുക്കും, പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. കൃപാസനത്തിൽ വരാൻ പറയും, മാതാവിൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയും. അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പറയണമെന്നുണ്ട്, കുറേ ഉണ്ട് പറയാനായിട്ട്. എൻ്റെ ഭർത്താവിന് തൈറോയ്ഡ് വന്നു. ആ തൈറോയ്ഡ് വന്നപ്പോഴത്തേനും അതിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ആൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. അങ്ങനെയാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. ഉടമ്പടി ജീവിതം മുന്നോട്ട് എൻ്റെ നിത്യത വരെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കും. പിന്നെ ഞാൻ പള്ളിയിൽ പോകും. പള്ളിയിലെന്നും ഞാൻ കുർബാനയ്ക്ക് പോകും. ആദ്യം ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് പോയിരുന്നുള്ളൂ. ആ ഞായറാഴ്ച വിട്ടിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും. പിന്നെ കുർബാന കഴിയലും അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ജപമാലകൾ തുടങ്ങും. ജപമാല, എൻ്റെ സ്പെഷ്യൽ ജപമാല ഞാൻ
മുത്തുമണികൾ കോർത്തൊരുക്കി 653 മണിയുടെ ഒരു കൊന്ത ഞാൻ തന്നെ അത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതെനിക്ക് ഒക്ടോബർ മാസത്തിലേക്കുള്ള എൻ്റെ മാതാവിനെ കൊടുക്കാനുള്ളൊരു സമ്മാനമാണ്. ആ മാതാവിൻ്റെ ഒക്ടോബർ മാസം വരുമ്പോൾ ജപമാല ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൊന്തയാണ്. പിന്നെ ഉള്ളത് 253-ൻ്റെയും ഒരു കൊന്ത ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 കൊന്ത ഞാൻ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലേക്ക് 653 മണിയുടെ ഒരെണ്ണം. ഇപ്പോൾ റെഗുലറായി എനിക്ക് കൊന്ത ചൊല്ലാൻ വേണ്ടി 253 മണി ജപത്തിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 253-ഉം 653-ഉം എന്ന് പറയണതിൻ്റെ സംഖ്യ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ കയ്യിലുള്ള ഈ മുത്തുകൾ എത്രയുണ്ടോ അത്രേ ഞാൻ കോർക്കും. അങ്ങനെ വന്നപ്പോഴത്തേനും 200-ഉം അതുപോലെ തന്നെ 650-ഉം ആയിത്തീർന്നു. ഞാനത് ജപമാല ചൊല്ലി എന്നും പ്രാർത്ഥിക്കും. ഒരു ദിവസം ഈ ജപമാല അല്ലെങ്കിൽ ഞാൻ ഉറക്കത്തിൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ജപമാല ഞാൻ എവിടെയും കോർത്തിടാതെ തന്നെ കയ്യിൽ വെച്ചാൽ ഈ ജപമാല ഊർന്നു പോകത്തില്ല. ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ ജപമാല ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണം വരെ എനിക്ക് നേരം വരെ ഈ കയ്യിലുണ്ടായിരിക്കും ഈ ജപമാല. കൂടി വന്നുള്ള 7ഉം 8ഉം വരെ ഞാൻ ജപമാല ഒരു ദിവസം ചെല്ലുമായിരുന്നു. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് നിത്യത വരെ ഉടമ്പടി ജീവിതത്തിൽ ജീവിച്ച് എൻ്റെ ജീവിതം വരെ ഞാൻ പോകും മുന്നോട്ട് എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സ്തുതി. 1 യോഹന്നാൻ 4-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നു, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. രാജീസ് വർഗീസ് എന്ന ഈ സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു. സഹോദരി പങ്കുവച്ചത് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ രജീസിന് താല്പര്യം ഈശോയ്ക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ, ഈശോയ്ക്ക് കൊടുക്കാൻ സാധിച്ച സമ്മാനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈശോയിലേക്ക് എന്തുമാത്രം അടുത്തു എന്നതിൻ്റെ ഒരു മനോഹരമായ സാക്ഷ്യ പങ്കുവെക്കലായിരുന്നു ഇത്. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെയാണ്. ഇത് 4-ാമത്തെ സാക്ഷ്യമാണ്. താൻ ഒരിക്കലും ഉടമ്പടി ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നാണ് ഈ സഹോദരി പറഞ്ഞത്. ഞാൻ എന്നും എപ്പോഴും ഉടമ്പടിയിലാണ്, ഇനി ഞാൻ എന്നും ഉടമ്പടിയിലായിരിക്കും. അതിൻ്റെ വലിയൊരു ഒരു തീർച്ചയുള്ളൊരു കാര്യമാണ് ഈ സഹോദരി പറഞ്ഞത്. ഞാൻ ഉടമ്പടി പത്രം 1-ൽ നിന്ന് തുടങ്ങിയതാണ്. ഇന്ന് അത് അനേക കെട്ടുകളായി അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, വിശേഷവിധിയായി നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്തു ചെയ്തു? വിശേഷവിധിയായി ഈശോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു. പരിശുദ്ധാമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒഴിഞ്ഞ പാത്രങ്ങളിലെല്ലാം നിറയ്ക്കുവാനായി അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈശോ നമുക്ക് അനുവദിച്ചു തന്നു. വിശേഷവിധിയായി ഞാൻ എന്താണ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതെന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മോട് ചോദിക്കാറുണ്ട്. ഈ അമ്മ ചെയ്തിരിക്കുന്നത് ഓടുന്ന ട്രെയിനിൽ പത്രം കൊടുക്കാൻ വേണ്ടി മാത്രം, കൃപാസനം പത്രം വിതരണം ചെയ്യാൻ വേണ്ടി മാത്രം കോട്ടയം ടു തൃശ്ശൂർ, റിട്ടേൺ തൃശ്ശൂർ ടു കോട്ടയം. എന്നിട്ടും പത്രങ്ങൾ ബാക്കി വരികയാണെങ്കിൽ ഈ സഹോദരി അത് KSRTC ബസ്സിൽ കയറി, വലിയ ലോങ് ട്രിപ്പുള്ള ബസ്സുകളിൽ കയറി അവിടെയുള്ള ആളുകൾക്ക് കൊടുത്ത് അത് ആരൊക്കെയാണ് വായിക്കുന്നവർക്ക് വേണ്ടി കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പത്രം കൊടുക്കാറുള്ളതെന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒക്ടോബറിലേക്ക് വേണ്ടി ഈ അമ്മ വളരെയധികം ഒരുങ്ങിയിരിക്കുകയാണ്. ജപമാല ഒരാഘോഷമാക്കാൻ വേണ്ടി 653-ഉം 253-ഉം എന്നുള്ള ജപമണിവാൾ ഒരുക്കി കൂട്ടി ഇപ്പോൾ തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. വലിയ ഒരു ഒരുക്കത്തിൻ്റെ വ്യക്തിയാണ് രാജീസ് എന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സാക്ഷ്യമാണ്. നിത്യതയിലേക്ക് അടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ തന്നെ അതൊന്നും ഞാൻ കാര്യമാക്കാത്ത വ്യക്തിയാണ്. കാരണം
എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന എനിക്ക് ഈശോയുണ്ട്. എൻ്റെ അമ്മ എനിക്കെല്ലാ കാര്യങ്ങളും സാധിച്ചു തരുമെന്ന് ഉറപ്പുണ്ട് എന്നാണ് ഈ സഹോദരി പറയുന്നത്. ഉടമ്പടിയുടെ എല്ലാ തികവോടും നിറവോടും കൂടിയാണ് ഈ സഹോദരി ഇന്ന് അൾത്താരയിൽ കയറി നിൽക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കും ഈ സഹോദരിയോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയാം, ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഈ സഹോദരി നൽകിയ എല്ലാ നന്ദിക്കും, എല്ലാ സ്തോത്രങ്ങൾക്കും പുകഴ്ചകൾക്കും നമുക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കൈയുടെ ഈശോയ്ക്കും മാതാവിനും നൽകിക്കൊണ്ട് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ തിരുകുമാരനും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ അൾത്താരെ കയറിയെന്ന് സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് റെജീന എന്നാണ്. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജൂലൈ 28 അത് കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി പോയി. എൻ്റെ അടുത്ത പ്രാവശ്യവും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. മൂന്നാമത്തെ പുതുക്കലിലൂടെ 7 വർഷമായി ഞാൻ എൻ്റെ വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന 1 സെൻറ്റ് വസ്തുവിന് വേണ്ടി ഞാൻ പൈസ കൊണ്ട് കൈ കൊടുത്തിട്ട് പോലും ആ പൈസ തിരിച്ചു കൊണ്ട് തന്ന് എനിക്കത് തരില്ല എന്ന് പറഞ്ഞു പോയതാണ്. ഞാനിവിടുത്തെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ഞാനവിടെ ആ വസ്തുവിനകത്തിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി 1 അതായത് 2025 ജനുവരി 1 വെളുപ്പിന് 6 മണിക്ക് ഞാൻ കടയിൽ ചെന്ന് കട തുറന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, റെജീന, ഞാൻ ആ വസ്തു നിനക്ക് തന്നേക്കാം, പൈസ എനിക്ക് എത്രയും വേഗം വേണമെന്ന്. ഞാനപ്പോൾ എൻ്റെ മാതാവിന് 1000 നന്ദി പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ആ വസ്തു എനിക്ക് കിട്ടാതെ പോയാൽ എനിക്ക് അത്രത്തോളം നഷ്ടമുണ്ട്. ആ വസ്തുവിനകത്തിലാണ് എൻ്റെ ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റും വേസ്റ്റ് ക്ലോസറ്റും എല്ലാം അതിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവരത് JCB കൊണ്ടുവന്ന് നിരത്തി കഴിഞ്ഞാൽ എനിക്കത് പിന്നെ രണ്ടാമത് നിലനിർത്തിക്കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം 3 സെൻറ്റ് വസ്തുവാണ് എനിക്ക് ആകെ ഉള്ളത്, അതിനോട് ചേർന്നുള്ള ഈ 1 സെൻറ്റ്. അങ്ങനെ ആ ഒരു നല്ലൊരു പ്രവൃത്തി എനിക്ക് മാതാവ് എനിക്ക് നടത്തി തന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കാലിൽ 15 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു കാലിൽ നിറയെ വെരിക്കോസ് ഉണ്ടായിരുന്നു, അത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് കളഞ്ഞതാണ്. രണ്ടാമത്തെ കാലിൽ കാലിൻ്റെ മടക്കിന് കുമിള പോലെ നെല്ലിക്ക വലിപ്പത്തിൽ 2 എണ്ണം ബ്ലഡ് നിറത്തിൽ ഇങ്ങനെ വന്ന് കിടന്നു. അത് എനിക്ക് അതിയായ വേദനയായിരുന്നു. കാല് മടക്കി വെക്കാനോ നടക്കാനോ ഒന്നും കഴിയില്ലായിരുന്നു. അതിൽ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ അന്ന് മുതൽ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കുരിശ് വരച്ച് തേക്കുകയും അതോടൊപ്പം തന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 6 മാസക്കാലത്തോളം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ആ കുമിള പോലെ നിന്നതിനകത്ത് ഒരു ശകലം ഉപ്പ് വെള്ളത്തിൽ തൊട്ട് ഞാൻ ആ കാലിൽ കുരിശ് വരച്ചു. അന്ന് വൈകിട്ട് എനിക്ക് ഒരു വിധത്തിലും എൻ്റെ കാല് മടക്കാനോ നിവർക്കാനോ വയ്യ, എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ വയ്യ, ഒന്നും വയ്യാത്ത സാഹചര്യത്തിലിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കാലുകൊണ്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാം, നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. ഞാൻ പറഞ്ഞു വേണ്ട, അതെൻ്റെ അമ്മ മാതാവ് എന്ന് ഉണ്ടെങ്കിൽ എനിക്കത് മാറ്റിത്തരുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും 3-4 ദിവസം ഞാൻ ആ വേദന അനുഭവിച്ചു എങ്കിൽ തന്നെയും അത് ആശുപത്രിയിൽ കൊണ്ട് കരിച്ചു കളയും പോലെ അതെനിക്ക് പരിപൂർണമായി മാറ്റി തന്നു. അതിനോടൊപ്പം തന്നെ കാലിന് മുട്ടിന് മേളിൽ കാലിന് വട്ടമുണ്ട്, അതേപോലെ കുമിള പോലെ വീർത്ത് വന്നു കിടന്ന വെരിക്കോസ് വെയിനകത്ത് ഞാൻ ഉടമ്പടി തൈലം തേച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഇതേപോലെ തന്നെ ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് ഞാൻ തേക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ വെരിക്കോസ് വെയിൻ ഫുള്ളായിട്ടും മാറ്റി തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മകളുടെ കാര്യമാണ്. എൻ്റെ മകൾക്ക് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 7 മാസക്കാലത്തോളം ഉടമ്പടി എടുത്തു കഴിഞ്ഞുകൊണ്ട് 7 മാസക്കാലത്തോളം അവൾക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ അൾത്താരയിൽ ജോസഫ് അച്ഛൻ ബ്ലീഡിങ് സംബന്ധമായ പ്രശ്നമുള്ളവർ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകളുടെ അടിവയറ്റിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. രക്തസ്രാവമുള്ള സ്ത്രീ
ഈശോയുടെ അങ്കിയിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ച്, അതുപോലെ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾക്ക് പരിപൂർണ സൗഖ്യം കിട്ടി. പിന്നെ ഇന്ന് വരെ അങ്ങനൊരു രോഗം അവൾക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ നല്ല സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ +1 പരീക്ഷയിൽ അവൾ വളരെ വീക്കായിരുന്നു. ഞാൻ ഉടമ്പടി ഉപ്പ് ഈ പ്രാവശ്യം +2 പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് കൊടുത്തു വിടുമായിരുന്നു. ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് വിടുമായിരുന്നു. അതോടൊപ്പം തന്നെ കാശിരൂപം കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെയുള്ള പരീക്ഷ എഴുതി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകുവാൻ അമ്മ മാതാവ് അവളെ സഹായിച്ചു. പിന്നെ എല്ലാ ദിവസവും എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ സുഗന്ധ അഭിഷേകം എനിക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഇവിടെ ജോസഫച്ചൻ എൻ്റെ ഭവനത്തിൽ വന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നു. ഈ ജീവിതത്തിൽ ആര് വന്ന് ഉടമ്പടി എടുത്താൽ ഞാൻ ഈ പത്രം കൊടുത്തിട്ട് ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ എത്രത്തോളം സന്തോഷവതിയാണോ അതേപോലെ നിങ്ങൾ സന്തോഷവരായിരിക്കും. അങ്ങനെ നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും ഇതേപോലെ തന്നെ ആയിത്തീരും. അമ്മ മാതാവ് എന്ന ഒരാളുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തും. അതുപോലെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ ഞാൻ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കുഷ്ഠരോഗ ആശുപത്രിയിൽ പോവുകയും എല്ലാ പ്രാവശ്യവും ഉടമ്പടി പുതുക്കിയിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് പോവുകയും 1 മണിക്കൂറോളം അവരുമായിട്ട് സംസാരിച്ചിരിക്കുകയും അവർ പറയുന്ന നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യും. അടൂർ ആശുപത്രിയിൽ ചോറ് കൊണ്ടു കൊടുക്കുകയും പത്രം വിതരണം ചെയ്യുകയും ചെയ്യും. അതുപോലെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ആ ദേഷ്യമൊക്കെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ദേഷ്യത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്ന് ഇപ്പം എന്നോട് ആരെന്തു പറഞ്ഞാലും ഞാൻ സന്തോഷത്തോടു കൂടി ചിരിച്ചു തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം ഒരു അനുഗ്രഹം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ അമ്മ മാതാവ് എന്നോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ എനിക്കൊരുപാട് രോഗസൗഖ്യങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ ഏതൊരു സമയത്ത് എനിക്ക് എന്തൊരു വേദന വന്നാലും ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തൊരു വേദന വന്നാൽ പോലും ഞാൻ അതിലൊരു ശകലം എണ്ണയെടുത്ത് തൊടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ അമ്മ മാതാവ് മാറ്റിത്തരാറുണ്ട്. കാരണം ഞാനൊരു വിധവയാണ്. എൻ്റെ വീട്ടിൽ സഹായിക്കാനോ മറ്റൊരു വരുമാന മാർഗമോ ഒന്നുമില്ല. ഒരു ചെറിയൊരു ചായക്കട നടത്തിയാണ് ഞാൻ എൻ്റെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ മകളെ പഠിപ്പിക്കുന്നതും എൻ്റെ അമ്മയെ നോക്കുന്നതും എല്ലാം ആ ഒരു വരുമാനത്തിലാണ്. ഒരു മുട്ടില്ലാത്ത രീതിയിൽ എൻ്റെ അമ്മ മാതാവ് എന്നെ എല്ലാ ദിവസവും മുമ്പോട്ട് നയിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ കടയിൽ പോകുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. അത് അരമണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കാം. ബൈബിൾ വായിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അതുപോലെ തന്നെ വെളുപ്പിനത്തെ പ്രാർത്ഥന, ഇവിടുത്തെ ഡെയിലി പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും എല്ലാം കേൾക്കുകയും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനം കേൾക്കാറുണ്ട്. അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാറുണ്ട്. അത് ചൊവ്വാഴ്ച എന്നുള്ള ധ്യാനം മാത്രമല്ല, ഞാൻ എല്ലാ ദിവസത്തെയും ധ്യാനങ്ങൾ വൈകിട്ട് വീട്ടിൽ പോയിരുന്നാണ് കേൾക്കുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതം എനിക്ക് സന്തോഷകരമാക്കി തരട്ടെ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുക്കുമാരനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 86, 9, 10 തിരുവചനങ്ങൾ. കർത്താവെ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും. അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്. വിസ്മയകരമായ കാര്യങ്ങൾ അവിടുന്ന് നിർവഹിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. റജീന എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെ, അനുഗ്രഹങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുന്നു. സഹോദരി പറയുന്നുണ്ട്, 7 വർഷത്തിലധികമായി 1 സെൻറ്റ് ഭൂമിക്ക് വേണ്ടി
ഏറെ നാൾ പരിശ്രമിക്കുകയും ഓരോ തവണയും അതിന് എതിര് മാത്രം ഒരിക്കലും കിട്ടില്ല എന്ന വിധത്തിൽ മാത്രം ആ വിഷയം സംസാരത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നവുമാണ്. ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉപ്പ് ആ മണ്ണിൽ വിതറി പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിൽ അത് ഉടമപ്പെടുത്തി യാതൊരു തരത്തിലും പ്രകോപനത്തിനോ വഴക്കിനോ കലഹത്തിനോ ഒന്നിനും പോകാതെ അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് അനുവദിച്ചു തരണമെന്ന ആഗ്രഹത്തോടുകൂടി ആ സഹോദരിയുടെ നിഷ്കളങ്കതയിൽ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അങ്ങോട്ട് പോയി ചോദിക്കാതെ ഇങ്ങോട്ട് വിളിച്ച് സ്ഥലം എടുത്തുകൊള്ളുവാൻ വേണ്ടി പറയുകയും ആ പ്രശ്നം ഏറെ നാളായിട്ടുള്ളത് ആ മണ്ണ് ഒരു തരത്തിലും മറ്റൊരാൾക്ക് കൈമാറാനാവാത്തത് അത് അമ്മയ്ക്ക് അനുവദിച്ച് കിട്ടിയതിനെയാണ് സന്തോഷത്തോടുകൂടി അമ്മ സാക്ഷ്യപ്പെടുത്തിയത്. അത് അസാധ്യമെന്ന് കരുതിയത് ഒരുപക്ഷെ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയൊരു വിഷയത്തെയാണ് നിസ്സാരമായി അമ്മ മാതാവ് സഹോദരിക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തത് അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഭവിച്ച വലിയ ദുരിതമാണ്. വെരിക്കോസിൻ്റെ ഇത്തിരി തീവ്രമായ അവസ്ഥകൾ വല്ലാതെ പൊട്ടുകയും നീര് വയ്ക്കുകയും അത് ഒന്നും ചെയ്യാനാവാത്ത രീതിയിൽ വല്ലാതെ ക്ലേശങ്ങൾ നൽകുകയും ചെയ്ത ഒരു സാഹചര്യം. അതും അമ്മയിലുള്ള നിഷ്കളങ്കമായ ശരണമാണ്. ഉടമ്പടിയുടെ തൈലവും ഉടമ്പടിയുടെ ഉപ്പും ആ നേർച്ച വസ്തുക്കൾ മാത്രം പ്രയോഗിച്ചുകൊണ്ട് പൂർണ്ണ സൗഖ്യം നേടിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. മൂന്നാമത്തത് മകളുടെ വിഷയമാണ് സൂചിപ്പിച്ചത്. അവൾക്ക് ഉണ്ടായിരുന്ന ബ്ലീഡിങ് അതേറെ ക്ലേശം അനുഭവിച്ച് അവൾ മുന്നോട്ട് പോയ നാളുകളിൽ അച്ഛൻ്റെ ഉടമ്പടി ആരാധനയിൽ രോഗസൗഖ്യ പ്രാർത്ഥനാ മധ്യേ മകളുടെ അടിവയറ്റിൽ കരം വെച്ച് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി രക്തസ്രാവക്കാരിയെ സൗഖ്യപ്പെടുത്തിയ അതേ ദൈവം അമ്മ മാതാവ് ഈ ആലയത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ മകൾക്ക് സൗഖ്യം നൽകുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾക്കത് പൂർണ്ണ സൗഖ്യമായെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മകളുടെ +2 പഠനത്തിൽ ലഭിച്ച മികച്ച വിജയത്തെയും അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മകൾ എഴുതിയ പരീക്ഷയുടെ രീതികളെയും ഒക്കെ അമ്മ വിവരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവർക്കുള്ള അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ നാം തീരുമാനമെടുത്ത് ജീവിക്കുവാൻ തയ്യാറാകുമോ എങ്കിലിത് അനുഗ്രഹം ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഏതൊരു ക്ലേശകാലത്തും ഏതൊരു രോഗകാലത്തും ഏതൊരു ദാരിദ്ര്യകാലത്തും നമുക്കത് സംരക്ഷണത്തിൻ്റെ കവചം തീർക്കുന്നത് അനുഭവിക്കുവാനാകും. അമ്മ പറയുന്നുണ്ട്, താനൊരു വിധവയാണ്, എൻ്റെ കുടുംബം ഞാനൊരു ചെറിയ ചായക്കട നടത്തിയാണ് പുലർത്തുന്നത്. പക്ഷേ എൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം കൊണ്ടുവരുവാൻ, സന്തോഷത്തോടു കൂടി ഏതൊരു ക്ലേശാവസ്ഥയിലും വ്യാപരിക്കുവാൻ, ഉറച്ച വിശ്വാസത്തോടെ മാതാവിൽ ശരണപ്പെട്ട് ഒരു അക്രൈസ്തവ മകളാണെങ്കിൽ കൂടിയും പ്രാർത്ഥിക്കുവാൻ എന്നെ ഈ അമ്മ ചേർത്ത് നിർത്തി പഠിപ്പിക്കുകയും അത് അമ്മയോട് പറയുന്നതൊക്കെയും എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാകുമെന്ന ബോധ്യത്തോടു കൂടി എനിക്കിന്ന് ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുവെന്ന ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ഈ അമ്മയുടെ തിരുനടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, വിളിച്ചാൽ വിളി കേൾക്കുകയും വിശ്വസിച്ച് വിശ്വസ്തയോടെ ജീവിക്കുവാൻ തീരുമാനിച്ചാൽ ലോകത്തിന് തരുവാനാവാത്തത്, മരുന്നിന് തരുവാനാവാത്തത്, സമ്പത്ത് കൊണ്ട് നേടാനാവാത്തത് നമുക്ക് വളരെ നിസ്സാരമായി അമ്മ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തരുമെന്ന ബോധ്യങ്ങൾ കൈമാറുവാനാണ്. രോഗത്തിന് ഏറെ നാൾ ചികിത്സിച്ചിട്ടും ഫലമില്ലാതെ അമ്മ വിഷമിച്ചിട്ടുണ്ട്. ആ പണം കയ്യിൽ വെച്ച് സ്ഥലത്തിന് വേണ്ടി ഏറെ നാൾ അലഞ്ഞിട്ടും അത് കൊടുക്കില്ല എന്ന് തീരുമാനമെടുത്ത് പറഞ്ഞ് അമ്മ ഏറെ വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ഉടമ്പടിയിൽ ഇങ്ങനെയാണ് പുതിയ വാതിലുകൾ തുറക്കുക, പുതിയ സന്തോഷങ്ങൾ ലഭിക്കുക, നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെയും അനുവദിച്ച് കിട്ടുന്ന അനുഭവങ്ങളായി നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുക. ഈ അമ്മയ്ക്കും മകൾക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ഈ കൃപാസന അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ യോഗ്യമാക്കിയ എൻ്റെ കൃപാസന അമ്മയ്ക്കും ഈശോ കർത്താവേശനും ഞാൻ കോടാങ്കോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തത് 6 സെപ്റ്റംബർ 2023 എനിക്ക് മാതാവിനോട് വലിയ ഭക്തിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ മമ്മി എപ്പോഴും എന്നോട് പറയുമായിരുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കണം, അതുവഴി നമുക്കൊത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് നേടിത്തരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മമ്മിക്ക് ഒരു വയറിങ്ങനെ വീർത്ത് വരുന്ന ഒരു അസ്വസ്ഥത ഉണ്ടായി. അതുപോലെ ഇൻഡൈജഷൻ പോലത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബോംബെയിലെത്തിയപ്പം മമ്മി ഹെൽത്ത് ചെക്കപ്പിന് പോയി.
അപ്പം ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു സോണോഗ്രാഫി ചെയ്യണം, CT സ്കാൻ ചെയ്യണം, MRI ചെയ്യണം എന്നൊക്കെ. അപ്പം ഞാനും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, ഞാൻ ഒറ്റൊരു മോളാണ്. അത് കാരണം എൻ്റെ മമ്മി എന്നോട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒത്തിരിയേറെ ഫിയർ, ഒത്തിരിയേറെ പേടി കടന്നു പോയി. ഇനിയും വേറെ വല്ല അസുഖമാണോ, ക്യാൻസർ പോലത്തെ എന്തെങ്കിലും അസുഖങ്ങളാണോ? ഞാൻ നിരന്തരമായി മുട്ടിപ്പായി. ആ സമയത്ത് എൻ്റെ കൃപാസനം അമ്മ മാതാവ് മാത്രമായിരുന്നു എൻ്റെ ഏക ആശ്രയം. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൂടുതൽ ടെസ്റ്റിമണീസ് കേൾക്കാൻ തുടങ്ങി. അതിനകത്തുനിന്ന് ഒരു ടെസ്റ്റിമണി ഞാനിങ്ങനെ കേട്ടിരുന്നു. ഒരു ആൻറ്റി പറയുന്നത്, അതായത് അവരുടെ വീട്ടിലൊരു ആൾ വന്ന്, അടുത്തറിയുന്ന ഒരാൾ വന്ന്, അവർക്കും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായി. എന്നിട്ട് കൃപാസനത്തിൽ ഉപ്പും ഓയിലൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 1 വീക്കിനോടുള്ളിൽ ഉടമ്പടി തൈലം പുരട്ടിയതിന് ശേഷം പുള്ളിക്കാരൻ വീട്ടിൽ പോയി വാഷ്റൂമിലൊക്കെ പോയപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. മൂത്രത്തിൽ കൂടെ കല്ല് പോയി. എന്നിട്ട് അവരുടെയും വയറ് വീർത്ത് വരുന്ന പ്രോബ്ലം, വയറ്റുവേദന, അതൊക്കെ മാറിക്കിട്ടി. ആ സമയം ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മമ്മിക്കും ഇതുപോലെ നിസ്സാരമായ വല്ല പ്രശ്നമായിരിക്കും, വേറെ ഒരു പ്രശ്നവും മമ്മിക്ക് ഉണ്ടാകില്ല. ആ സമയത്ത് ഞാൻ നിരന്തരമായി ഇങ്ങനെ ടെസ്റ്റിമണീസ് കേട്ടിരുന്നു, ബൈബിൾ ശക്തമായിട്ട് ഞാൻ വായിച്ചിരുന്നു. അപ്പോഴും എനിക്ക് ഓരോന്നോരോന്ന് ദൈവം പ്രവർത്തിച്ച് ഓരോരോ ക്യൂറിനെ പറ്റിയായിരുന്നു എനിക്ക് അധ്യായങ്ങൾ കിട്ടിയിരുന്നത്. അപ്പോൾ ഈ സാക്ഷ്യങ്ങളിലും ഈ അധ്യായങ്ങളിലും ദൈവത്തിൻ്റെ എല്ലാ ക്യൂറിനെ പറ്റി ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. എൻ്റെ മമ്മിക്ക് ഒരു കുഴപ്പവും വരുത്തില്ല. അതെൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ സ്വസ്ഥപ്പെടുത്തി. എന്നിട്ട് അങ്ങനെ എൻ്റെ മമ്മിയുടെ സർജറി ചെയ്യണമെന്ന് നിശ്ചയിച്ചു. സർജറി കഴിഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എൻ്റെ മമ്മി അങ്ങനത്തെ ഒരു അവസ്ഥയെ കാണാൻ പറ്റില്ല. അങ്ങനത്തെയൊക്കെ ഒത്തിരിയേറെ പേടിയുണ്ടായിരുന്നു. പക്ഷേ ബയോപ്സി റിപ്പോർട്ടെല്ലാം വന്നു. അത് മമ്മി എനിക്ക് അയച്ചു തന്നു. അതിനകത്ത് ഇറ്റ് വാസ് എ ബെനൈൻ ഓവേരിയൻ സിസ്റ്റ്. അതൊരു കുഴപ്പമില്ലാത്ത മുഴയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അത് ജസ്റ്റ് സർജറി ചെയ്ത് നീങ്ങിപ്പോയി. 3-ാമത്തെ ദിവസം എൻ്റെ മമ്മി ഡിസ്ചാർജുമായി. മമ്മി നേരത്തെ BP, ബ്ലഡ് പ്രഷറിനൊക്കെ 2 നേരം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സർജറി വഴി ആ മരുന്നുകളും എല്ലാം കുറച്ച് കിട്ടി. ഇപ്പം ജസ്റ്റ് 1 ടൈമേ BPയുടെ മരുന്നും എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെ വേറെ രീതിയിൽ ചിന്തിച്ചിരുന്ന പ്രശ്നം എൻ്റെ കൃപാസന മാതാവ് വളരെ നിസ്സാരമായിട്ട് 3rd ഡേയിൽ ഡിസ്ചാർജ് ആക്കിയിട്ട് വളരെ മിനിമമായ മെഡിസിനോടുകൂടി മമ്മിയെ പൂർണ്ണമായിട്ടും ക്യൂറാക്കി. അതിനെൻ്റെ പരിശുദ്ധ അമ്മ മാതാവിന് ഞാൻ കോടാങ്കോടി നന്ദി പറയുന്നു. എൻ്റെ സെക്കൻഡ് സാക്ഷിയാണ്, ഞങ്ങൾ നാട്ടിൽ ഒരു ലാൻഡ് വിൽക്കാൻ ഒത്തിരി വർഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വിറ്റ് പോകുന്നില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ പേരൻസ് നാട്ടിലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കിട്ടിയ പരിശുദ്ധമായ മണ്ണെടുത്തുകൊണ്ട് പോയി ഞങ്ങളുടെ ആ സ്ഥലത്തിലൊക്കെ വെഞ്ചരിച്ച് ഇട്ടു. ഒരു മാസത്തിനോടുള്ളിൽ തന്നെ ആ സ്ഥലം നോക്കാനുള്ള അടുത്തുള്ള ഒരാൾ തന്നെ സ്ഥലം നോക്കാനായിട്ട് വന്നു. സ്ഥലം കുഴപ്പമില്ലാതെ വിറ്റും കിട്ടി. എൻ്റെ 3-ാമത്തെ സാക്ഷ്യമാണ്, എനിക്ക് അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് മൈൽഡായിട്ടുള്ളൊരു ഡസ്റ്റോ കോൾഡോ അല്ലെ AC-യുടെ കാറ്റോ, ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയാലൊക്കെ എനിക്കിങ്ങനെ തുമ്മലുണ്ടാകുമായിരുന്നു. അത് തുമ്മി ഒരു പ്രാവശ്യം ഞാൻ തുമ്മാൻ തുടങ്ങി അത് 25-30 ടൈംസ് എനിക്ക് തുമ്മൽ വരുമായിരുന്നു. അപ്പോൾ അത് എനിക്ക് രാത്രി കിടക്കാൻ നേരം ഈ പ്രശ്നം ഒത്തിരി കൂടുതലുണ്ടാകുമായിരുന്നു. മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് മൂക്കൊക്കെ ചുമന്ന് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. ത്രോട്ട് ഇറിറ്റേഷനൊക്കെ ആയിട്ട് ഭയങ്കര അലർജിയായിരുന്നു. അതിന് വേണ്ടി ഞാൻ കുറേ മരുന്നുകളൊക്കെ കഴിച്ചിരുന്നു. പക്ഷേങ്കിൽ ഈ കൃപാസന അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഓൾറെഡി ഇങ്ങനത്തെ വലിയ അനുഭവങ്ങളൊക്കെ തന്നപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായി ഇതൊരു നിസ്സാര കാര്യമാണ്. ഞാൻ കൃപാസന അമ്മയുടെ ഉപ്പും ഈ എണ്ണയൊക്കെ മൂക്കി പരട്ടി അതൊക്കെ പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ നിരന്തരമായിട്ടത് ഉടമ്പടി തൈലം പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ വക എൻ്റെ ഈ അലർജിക് റൈനൈറ്റിസ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഡസ്റ്റൊക്കെ വന്ന 1-2 തുമ്മലല്ലാതെ എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ ഇപ്പോൾ 1 വർഷമായിട്ട് എനിക്ക് തീരെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അതുപോലെ കാലയിലെൻ്റെ ഇങ്ങനെ പൊട്ടി കീറി പ്രത്യേകിച്ച് ഈ മഴ സമയമൊക്കെ വരുമ്പം ചെളിയൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു പൊട്ടലിനകത്ത്. അങ്ങനത്തെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചപ്പലൊക്കെ ഇട്ട് നടക്കാനൊക്കത്തില്ലായിരുന്നു. അപ്പം ഇത് ഉടമ്പടി തൈലം പുരട്ടി അതും ഒരു 90% അത് ക്യൂറായിട്ടുണ്ട്. എനിക്ക് 2 പിള്ളേരുണ്ട്. നേരത്തെയൊക്കെ അവരെ ചുമയോ പനിയൊക്കെ വരുമ്പോൾ ഒത്തിരി സിവിയറായിട്ട് മാറാറുണ്ട്. അപ്പം ഞാൻ ഒത്തിരിയേറെ ആശുപത്രികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈ ഞങ്ങളെന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലവും പിന്നെ ഹണിയും എന്നും 2 ഡ്രോപ്പ് കുടിക്കാറുണ്ട്. പിള്ളേരും അത് കുടിക്കും.
അപ്പോൾ അതുവഴി പിള്ളേരുടെ പനിയോ ഡയറിയയോ അങ്ങനെ കോൾഡോ കോഫോ എന്ത് വന്നാലും അത് ഒത്തിരി ഇങ്ങനെ സിവിയറായിട്ട്, അതായത് എനിക്ക് ഡോക്ടറുടെ അടുക്ക പോലും പോകേണ്ട ആവശ്യം ഇപ്പം വരുന്നില്ല. അവരതൊക്കെ വഴി ക്യൂർ ആകുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണാതെ പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ മോടെ ഒരു കമ്മൽ കാണാതെ പോയി. അപ്പം ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു, കാരണം അവൾക്ക് സ്കൂളിൽ പോകാനും സമയമായി. ആ സമയത്ത് ഞാൻ കൃപാസന മദർ മേരിയോട് പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് തന്നെ ഒരു 10 മിനിറ്റ്സിനോടുള്ളിൽ എനിക്കത് പോയ കമ്മൽ തിരിച്ചു കിട്ടി. അങ്ങനത്തെ നിരനിര ചെല്ലും വലുതുമായിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ചില സംഭവങ്ങൾ പെട്ടെന്നും നടന്നിട്ടുണ്ട്. അതിലൂടെ എൻ്റെ ഫെയ്ത്ത് കൂടുതൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അനുഭവം തന്ന കൃപാസന മാതാവിനും കർത്താവ് യേശുനാഥനും ഞാൻ കോടാങ്കോടി നന്ദി പറയുന്നു. എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് പണ്ടേ ബൈബിളൊക്കെ വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ഞാൻ. എന്നാൽ ഇപ്പോഴും പേഴ്സണലായിട്ട് പ്രേയർ ചൊല്ലുന്ന ടൈമിങ്സ് എൻ്റെ കൂടി ബൈബിൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ പേപ്പേഴ്സൊക്കെ കൊണ്ടുപോയാലും ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നുണ്ട്. ഹിന്ദി, മറാഠി, ഇംഗ്ലീഷ് പല ലാംഗ്വേജിലുള്ള പേപ്പർ എനിക്ക് ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ വഴി എനിക്ക് വിശ്വാസമുണ്ട്, കുറേ പേർക്ക് വിശ്വാസം വന്നിട്ടുണ്ട്. അതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ വാട്സപ്പിലൂടെ ഒക്കെ എൻ്റെ സ്റ്റേറ്റസ് അന്നിട്ടുണ്ട്. എൻ്റെ മമ്മി സുഖമായപ്പം തൊട്ട് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ തന്നെയാണ് എൻ്റെ പ്രൊഫൈൽ പിക്ചർ. അതുപോലെ ടെസ്റ്റിമണീസ് ഒക്കെ ഒത്തിരി ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഉടമ്പടി ഉപ്പും തൈലമൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി അത് മെഡിസിനോ അതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രയോജനമായി അത്രയും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അത് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അത് എല്ലാ ആവശ്യങ്ങളും ദൈവം സാധിച്ചു തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാരിറ്റി വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ സാറ്റർഡേയ്സിനും മീൽസ് കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക്. അപ്പോൾ അത് ഞങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. സാധിക്കുമ്പോഴൊക്കെ അത് ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും ചെറിയതോ വലിയതോ എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാൻ നോക്കും. ഇപ്പോൾ മോടെ ഫ്രണ്ട്സ് ആണെങ്കിലും നോട്ട്സ് ചോദിച്ചാലും അങ്ങനത്തെ ചെറിയ ഉപകാരങ്ങളാണെങ്കിൽ പോലും ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾക്കും ചെറിയതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും കർത്താവ് യേശുനാഥനും ഞാൻ കോടാങ്കോടി നന്ദി പറയുന്നു. താങ്ക് യു. സങ്കീർത്തനങ്ങൾ 75:1. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. സ്റ്റിൻസി ആഗ്നൽ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വിവിധ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞുള്ള ദിവ്യകാരുണ്യ ആരാധനാമധ്യേ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട് കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ VP ജോസഫ് അച്ഛനോട് ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണം എന്ന സന്ദേശം കൈമാറിയത് മുതൽ ആയിരക്കണക്കിന് മക്കൾ ഓരോ ദിനവും ഈ ആലയത്തിലേക്ക് കടന്നു വന്ന ജീവിതത്തിൻ്റെ വിവിധ ദുരന്തങ്ങളെ സമർപ്പിക്കുകയും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെയാണ് നമ്മൾ ഈ അൾത്താരയിൽ സാക്ഷ്യങ്ങളായി ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുക. അമ്മ മാതാവിൻ്റെ അരികിൽ ആവശ്യങ്ങൾ സമർപ്പിക്കുവാൻ നമുക്ക് എളുപ്പമാണ്. കാരണം അമ്മ ഈ ലോക ജീവിതത്തിൽ ഏറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയതവളാണ്. മനുഷ്യജീവിതത്തിൽ വരാവുന്ന എല്ലാ ക്ലേശങ്ങളും, അത് ഒറ്റപ്പെടലാവട്ടെ, തിഷ്ടമായ പീഡാനുഭവങ്ങളുടെ ജീവിതമാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, അതുപോലെ തന്നെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട അവസ്ഥയാവട്ടെ, മകനെക്കുറിച്ചുള്ള ആകുലതകളാവട്ടെ, എല്ലാം അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൽ അമ്മയായിരുന്നപ്പോൾ അനുഭവിച്ച് കടന്നുപോയതാണ്. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം നാം സമർപ്പിക്കുമ്പോൾ വളരെ വേഗത്തിൽ അത് എന്ത്, എങ്ങനെ, എത്ര ആഴത്തിലെന്നത് വേഗം അമ്മ മാതാവിനെ തിരിച്ചറിയുവാനും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും സാധിക്കും. നമ്മുടെ കഴിവിനാലല്ല, നമ്മുടെ വിശുദ്ധിയാലുമല്ല, ദൈവകൃപയാലാണ് ഏതാണ്ട് എപ്പോഴും നമുക്ക് വേണ്ടി അമ്മ മാതാവ് മാധ്യസ്ഥം വഹിച്ച് ഓരോ കൃപയും നേടിത്തരുന്നത്, ഓരോ അനുഗ്രഹവും നേടിത്തരുന്നത്. സഹോദരി പറയുന്നുണ്ട്, സഹോദരിയുടെ അമ്മയ്ക്കുണ്ടായ തിഷ്ടമായ രോഗാവസ്ഥകൾ അത് തന്നെ അതിഗൗരവതരത്തിൽ മാറുകയും കുടുംബമേറെ ക്ലേശം അനുഭവിച്ച് പോവുകയും ചെയ്ത നാളുകളിൽ
കൃപാസന മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിലൂടെ വലുതായി വന്നത് നിസ്സാരമായി മാറുകയും പൂർണ്ണ ആരോഗ്യം തിരികെ ലഭിക്കുവാൻ അതുവഴി സാധിക്കുകയും ചെയ്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടിയുടെ ഒരു പ്രധാന ഘടകമാണത്. ഭാരങ്ങൾ ലഘൂകരിച്ച് തരും. അമ്മ മാതാവിൽ നമ്മൾ ആശ്രയിച്ച് ഒരു ഗൗരവമുള്ള വിഷയം കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാരം എത്ര കണ്ട് ലഘൂകരിക്കാമോ അത്ര കണ്ട് ലഘൂകരിച്ച് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ഒന്ന് സമാധാനപൂർണവും കുറേ കൂടി പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നതുമാകും. മറ്റൊന്ന് മകൾ പറഞ്ഞത് 2 വർഷത്തിലേറെയായി ഒരു വസ്തു വിൽക്കുവാൻ വേണ്ടി ഏറെ പരിശ്രമിക്കുന്നു. എന്നാൽ അത് വിൽക്കുവാൻ പറ്റാതെ ഏറെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ഉപ്പ് ആ പ്രദേശത്ത് വിതറിക്കൊണ്ട് പ്രത്യേകമായിട്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഉടമ്പടിയുടെ നേർച്ച പുസ്തകം അതെത്ര കണ്ട് വിശ്വാസ പ്രയോഗത്തിലാണോ നാം ഉപയോഗിക്കുക അതനുസരിച്ചാണ് അത് ആക്ടിവേറ്റ് ആവുന്നതും നമുക്കത് അനുഗ്രഹത്തിനുള്ള കാരണമാകുന്നതും. ഏതാണ്ട് 2 വർഷത്തിലേറെ പരിശ്രമിക്കുന്ന കടിവിനാൽ പരിശ്രമിക്കുന്ന ഒരു വിഷയമാണ്. ഉടമ്പടി എടുത്ത് 32 ദിവസം കഴിയുമ്പോൾ അമ്മ മാതാവ് വളരെ ശാന്തമായി സുന്ദരമായി ആ ഒരു വസ്തു വിൽപ്പന കുടുംബത്തിന് നടത്തി കൊടുക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് അതിലൂടെ പങ്കുവയ്ക്കുന്നത്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ മാതാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് സമയത്തിനുമേൽ അധികാരമുള്ള അമ്മ നാം ഏതൊരു വിഷയത്തെ കൊടുക്കുമ്പോഴും അതിനെ സമയം നന്നായി ചുരുക്കി തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കും സഹായിക്കുമെന്ന് സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. 3ാമത് സഹോദരി പറയുന്നത് ഒരു ഗൗരവമുള്ള അലർജിയുടെ അസുഖമാണ്. ഒന്ന് തുമ്മിയാൽ അത് 30-40 തവണ തുടർച്ചയായി തുമ്മുന്നതും ഏറെ ശാരീരികമായ അസ്വസ്ഥതകൾ അതിലൂടെ അനുഭവിക്കുന്ന സാഹചര്യത്തെയാണ്. വലിയ രോഗക്ലേശമാണ് അതിലൂടെ വരുന്നത്. അത് AC പാടില്ല, പൊടികൾ പാടില്ല, ചില മണങ്ങൾ പാടില്ല. എവിടെയും എപ്പോഴും ഈ ഒരു രോഗാവസ്ഥയിലേക്ക് ചെന്ന് കയറാമെന്ന പ്രയാസവും അതാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മരുന്നും ലേപനവും ഒന്നുമല്ല, അമ്മയുടെ കൃപയാൽ മാത്രം അമ്മയുടെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തേനുള്ളിൽ സേവിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായിട്ടും ആ രോഗം മാറുകയും പിന്നീടിപ്പോൾ സുഗമമായി എല്ലായിടത്തും യാത്ര ചെയ്യുവാൻ അമ്മ മാതാവ് സഹായിക്കുകയും ചെയ്യുന്നു. അസാധ്യമെന്ന് ജീവിതത്തിൽ നിന്ന് വിട്ടുപോവില്ല എന്ന് കരുതിയ ഒരു രോഗാവസ്ഥയാണ് ഉടമ്പടിയുടെ നേർച്ച വസ്തുവിൻ്റെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായി വിട്ടുമാറി ആരോഗ്യം നൽകി സഹോദരിയെ പരിപാലിക്കുന്നത്. മറ്റ് ചെറിയ അനുഗ്രഹങ്ങളെയും ചേർത്ത് വെച്ച് സൂചിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഉടമ്പടി ഒരു വിശ്വസ്തതയുടെ ജീവിതമാണ്. അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് വിശുദ്ധിയുള്ളൊരു ജീവിതം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അമ്മയോട് അമ്മ ജീവിച്ചതുപോലെ കാരുണ്യ പ്രവൃത്തികളിലും സുവിശേഷം പങ്കുവെച്ചും ജീവിതത്തെ മനോഹരമാക്കാമെന്ന് നാം വാക്കുകൊടുക്കുന്നു. അതിന് അമ്മ മാതാവ് തിരുക്കുമാരൻ്റെ അരികിൽ നിന്നും നമുക്ക് നേടിത്തരുന്നതാണ് ഓരോ അനുഗ്രഹങ്ങളും. ഈ കുടുംബത്തിന്, ഈ സഹോദരിക്ക് അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷീകരണം നടന്ന ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി സന്തോഷ്. ഞാൻ മംഗലാപുരം സെൻറ്റ് തോമസ് ഫൊറോന ചർച്ച് ഉദനയിൽ നിന്ന് വരുന്നു. ഞാൻ CRPFൽ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അയോധ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ 2ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പേന്ന് ഊർന്ന് താഴോട്ട് വീണു. ഊർന്ന് വീഴാൻ കാരണം അവിടെ ഒത്തിരിയും കുരങ്ങിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ കുരങ്ങ് എന്നെ ഓടിച്ച് അപ്പോൾ ഞാനങ്ങനെ തെന്നി വീണതാണ് താഴോട്ട്. ആ സമയത്ത് എനിക്ക് സ്പൈനൽ കോഡിന് ഡിസ്റ്റൻസ് വന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആ സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് എൻ്റെ കഴുത്തിന് വേദനയുണ്ടായിരുന്നു, കഴുത്തിന് മരപ്പുണ്ടായിരുന്നു, തലയ്ക്ക് പുകച്ചിലുണ്ടായിരുന്നു. ഈ വീണതിൻ്റെ ശേഷം എനിക്ക് മറവി വരാൻ തുടങ്ങിയായിരുന്നു. 12 വർഷമായിട്ട് ഞാൻ 2004 ഈ അയോധ്യയിൽ ഡ്യൂട്ടിയുടെ സമയത്ത് വീണത്.
2012 തൊട്ടാണ് എനിക്ക് കഴുത്ത് വേദന തുടങ്ങിയത്. അങ്ങനെ ഉറക്കമില്ലായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ആശുപത്രിയിൽ പോകും, മരുന്ന് മേടിക്കും, ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യും, ഒത്തിരി ടെൻഷൻ അടിക്കരുത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കഴുത്തിൻ്റെ C4 അവിടെ, C4ഉം C3 അവിടെയായിട്ട് ഞരമ്പ് വളഞ്ഞ് ബൽജായി കിടക്കുവാണ്, എല്ലിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുവാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് 2015 മംഗലാപുരത്തെ നല്ലൊരു ഹോസ്പിറ്റൽ ഡോക്ടർ എന്നോട് സർജൻ എന്നോട് പറഞ്ഞു, മേഡം ഒരു കാര്യം ചെയ്യുക, 5 വർഷത്തിൻ്റെ ഉള്ളിൽ മേഡം സർവീസിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് MRI 5-6 നിർത്ത് MRI ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം മെഡിസിന് കണ്ടിന്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, മേഡം സർവീസിൽ നിന്ന് 5 വർഷത്തിൻ്റെ ഉള്ളിൽ പോകുന്നില്ലെങ്കിൽ കടപ്പിലാകും. അപ്പോൾ ഞാനിത് വീട്ടിൽ ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകാറുള്ളത്. ചേട്ടനും സർവീസിലുണ്ടായിരുന്നു, അങ്ങനെ വീട്ടിൽ വേറെ ആരുമില്ല എൻ്റെ കൂടെ വരാൻ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് വീട്ടിലോട്ട് ഞാൻ ആരും അറിയിക്കാറുമില്ല. അപ്പോൾ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം. ഞാൻ കുഞ്ഞുങ്ങളെ വീട്ടിൽ വിട്ടിട്ട് പോയിരിക്കുന്ന സമയം, ഡ്യൂട്ടിയിലൊക്കെ പോകുന്ന സമയം, നോർത്ത് ഇന്ത്യയിലൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്തെല്ലാം കുഞ്ഞുങ്ങൾ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റൊരു ചിന്തയാണ്, ഞാൻ ഇനി എത്ര കാലം നിൽക്കും, ഒരു പക്ഷേ കടപ്പിലായാൽ, ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്, കടപ്പിലാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കടപ്പിലായ ഇനി മുന്നോട്ട് എങ്ങനെയാണ്? അങ്ങനെ ഞാൻ 2017 ആകുമ്പം എൻ്റെ 20 വർഷം കംപ്ലീറ്റ് ആവും. ഞാൻ ആ 20 വർഷം കംപ്ലീറ്റ് ആകുന്ന അന്ന് ഞാൻ ആപ്ലിക്കേഷൻ എഴുതി പെൻഷൻ പോന്നു, VRS എടുത്ത് പോന്നു. അപ്പോൾ 2020 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ഈ നിയോഗവും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വേദന എനിക്ക് ആദ്യം സ്പൈനൽ കോഡിൻ്റെ വേദന സൗഖ്യം കിട്ടി. അത് ഇതെൻ്റെ 5ാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ കഴുത്ത് വേദന സൗഖ്യം കിട്ടിയത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10-15 ദിവസം മുമ്പിൽ എൻ്റെ ഒരു സഹോദരൻ, ഒരു പുരോഹിതൻ വീട്ടിൽ വന്നപ്പം എന്നോട്, ചേച്ചി എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം, ഈ കൃപാസന അമ്മയുടെ കാര്യം പറഞ്ഞപ്പം, ഞാനിങ്ങനെ രോഗസൗഖ്യം കഴിഞ്ഞപ്പം അന്നോട്ട് എനിക്ക് ഈ കഴുത്ത് വേദന മെല്ലെ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ രോഗം മാത്രം വിട്ടുപോയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇപ്പം 3-4 വർഷമായി കണ്ടിന്യൂ 21 ടാബ്ലറ്റ് വരെ ഞാൻ പെർ ഡേ എടുക്കുന്ന ഈ ടാബ്ലറ്റ്, ഇന്ന് ഞാൻ ഒരു ടാബ്ലറ്റ് ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ട് നേർച്ച തൈലവും നേർച്ച ഉപ്പും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം 1 വർഷം ടാബ്ലറ്റ് എടുത്തു. അതിൻ്റെ ശേഷം ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടില്ല. ഇപ്പോൾ കണ്ടിന്യൂ നേർച്ച തൈലവും കണ്ടിന്യൂ രാവിലെ വൈകുന്നേരം എപ്പോഴൊക്കെ വേദന എടുക്കുമോ അപ്പോഴൊക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച ഉപ്പും നേർച്ച തൈലവും നേർച്ച തേനും കഴിക്കുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ മരുന്ന്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. 2ാമത്തെ സാക്ഷ്യം എൻ്റെ തന്നെയാണ്. എനിക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. ഇതൊരു 4 വർഷമായിരുന്നു. എനിക്ക് രാത്രി നമ്മൾ എണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിലേന്ന് എനിക്ക് നിലത്തോട്ട് കാല് കുത്തുമ്പോൾ നമുക്ക് തന്നെ നടക്കാൻ പറ്റത്തില്ല. കാരണം കാലിന് അത്ര വേദന, ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന, പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ ഉപ്പൂറ്റി വേദനയെ ഞാൻ നേർച്ച ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് തൂക്കുമായിരുന്നു. അതേപോലെ തന്നെ നേർച്ച തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൂക്കുമായിരുന്നു. ഇത് പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടി. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ അമ്മായിമ്മയ്ക്ക്, മദറിൻലോയ്ക്ക് 18 വർഷമായിട്ട് മമ്മിക്ക് ആസ്മയുണ്ട്, കണ്ടിന്യൂ ചുമയുണ്ട്, അതേപോലെ തന്നെ അലർജിയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉടമ്പടിക്ക് മുമ്പിൽ മമ്മി എല്ലാ മാസം എന്നല്ല ആഴ്ചകളിൽ പോയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം, വലിവിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കും. അങ്ങനെ ഇന്നലറുണ്ട് 1200 mgയുടെ ഇന്നലർ യൂസ് ചെയ്യുന്നത് 4 നിറത്തായിട്ട് ഒരു ദിവസം. ഇന്ന് മമ്മി അതെല്ലാം കുറച്ച് രാവിലെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ. പക്ഷേ മമ്മിയുടെ ചുമ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. അതേപോലെ അലർജി രോഗവും പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ഇതും കണ്ടിന്യൂ രാവിലെയും വൈകുന്നേരവും മമ്മിക്ക് നേർച്ച തൈലവും ഉപ്പും കൊടുത്ത് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടി. 4ാമതായിട്ട് ഞങ്ങൾ അയൽവാസികളായിട്ട്
അത്ര അയൽവാസികളെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ മദറിലൂടെ സഹോദരങ്ങൾ തന്നെയാണ് അടുത്തുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കിൽ എന്തെങ്കിലും പറയൂ, എന്തെങ്കിലും ചെറിയ ചെറിയ കാരണം മതി, അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, പിന്നെ മിണ്ടാതിരിക്കും, കുറച്ച് ദിവസം മിണ്ടാതിരിക്കും, പിന്നെ അങ്ങനെ ഭയങ്കര അസ്വസ്ഥയാണ്. ഞങ്ങൾ ലീവിന് വന്നു കഴിയുമ്പം ഈ മിണ്ടത്തില്ല, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അത് ഈ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, തന്നെ അത് നമ്മൾ ഒരു കുന്നേന്ന് വെള്ളം ഒഴിച്ചു കഴിയുമ്പം മാറിപ്പോകുന്ന പോലെ, എന്നൊരു കല്ലേന്ന് വെള്ളം ഒഴിച്ചു കഴിയുമ്പം താന്നു പോകുന്ന പോലെ തന്നെ ആ ഒരു അവരോടുള്ള ഒരു വെറുപ്പും അസ്വസ്ഥകളെല്ലാം മാറിക്കിട്ടി. അതേപോലെ തന്നെ അഞ്ചാമത്തെ സാക്ഷ്യമാണ്, എൻ്റെ അഞ്ചാമത്തെ സാക്ഷ്യമാണ്. നമ്മുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം ഇല്ലായിരുന്നു. അപ്പം നമ്മൾക്ക് വെള്ളം വേണമെങ്കിൽ നമ്മളൊരു കുളം പോലെ കുത്തണം, അങ്ങനെ നമ്മളിങ്ങനെ സ്ഥാനമൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അന്ന് ഞാൻ പ്രാർത്ഥിച്ചേച്ച് അമ്മയോട് പറഞ്ഞ, അമ്മേ ഇങ്ങനെ കുളം കുത്തണം, ഇത്ര പൈസയാകും എന്നൊക്കെ പറഞ്ഞേച്ച് ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞേച്ച് ഞാൻ പ്രാർത്ഥിച്ചേച്ച് കടന്നുറങ്ങി ഒരു സ്വപ്നം കാണുക. നമ്മുടെ സ്ഥലത്തിൻ്റെ ഇപ്പം ഇരിക്കുന്ന കിണറിൻ്റെ തൊട്ട് താഴായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണിച്ചു തന്നെനിക്ക്. അപ്പം ഞാൻ നന്ദി പറഞ്ഞേച്ച് ചേട്ടനോട് പറഞ്ഞു, നമുക്ക് അവിടെ കുളം പോലെ കുത്താം. ഇങ്ങനെ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം ചേട്ടൻ വന്നിട്ട്, സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നമുക്ക് പുഴയിൽ നിന്ന് വെള്ളം എടുക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഞങ്ങളുടെ പറമ്പിൻ്റെ മുന്നിൽ ഒരു ഹൈവേ, നാഷണൽ ഹൈവേ ആണ്, അത് കഴിഞ്ഞ് വേറെ 2 പാർട്ടിക്കാരുടെ കൃഷിയിടമാണ്, പട്ടയഭൂമിയാണ് കൃഷിയിടം, അതിൻ്റെ ശേഷം നെക്സ്റ്റാണ് പുഴ. അപ്പോൾ ഈ പുഴയിൽ നിന്ന് നമ്മുടെ വീട് വരെ വരണമെങ്കിൽ 200 മീറ്ററോളം ഗ്യാപ്പുണ്ട്, അത്രയും ദൂരമുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, മിനി ഒരു കാര്യം ചെയ്യും, നേർച്ചയുപ്പ് നമുക്ക് അവരുടെ അതിർത്തികളുടെ ഇടാൻ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓൾറെഡി ഒരു സൈഡിലെ പാർട്ടിയോട് ചോദിച്ചായിരുന്നു, വെള്ളം ഞങ്ങൾക്ക് അതിലെ പൈപ്പ് ഇടാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു, ഞങ്ങളുടെ പട്ടയസ്ഥലമാണ്, സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്തെ ഒരു പാർട്ടിയോട് ഞാൻ ചോദിക്കാൻ പറ്റത്തില്ല, കാരണം അവർ ഹൈന്ദവരാണ്, നമ്മൾ അവരത്രമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ അറിയത്തില്ല, അവർ ഈ ഇടയ്ക്കായിട്ട് വന്ന പാർട്ടി, അപ്പോൾ ചോദിക്കാനും പോയില്ല. അപ്പോൾ ഈ ചേട്ടൻ സഹോദരൻ പറഞ്ഞതിന് ശേഷം ഞാനും ഓർത്തു, ശരിയാണല്ലോ നേർച്ചയുപ്പുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പുഴയെന്ന് തൊട്ട് ഈ ഹൈവേയുടെ റോഡ് സൈഡ് വരെ നേർച്ചയുപ്പിട്ടേച്ച് ഞാൻ അവിടെ നിന്നിട്ട് കൈ പൊക്കിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ സ്ഥലത്തിൻ്റെ മുന്നിലുള്ളത് നമ്മുടെ സ്ഥലമാണ്, അതിൻ്റെ മേളിലാണ് ചേട്ടൻ്റെ സ്ഥലം കിടക്കുന്നത്, അപ്പോൾ അവർക്കാണ് ഈ വെള്ളം വേണ്ടിയത്, അപ്പോൾ അവർക്ക് ആ പൈപ്പിടാം, അപ്പം നമുക്ക് ഓൾറെഡി കുളം കുത്തണമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ ഞങ്ങൾ നേർച്ച ഉപ്പും എതിറി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ 2 പേരുമുണ്ട് അവിടെ നിന്ന് പോന്നു. ഒരു 20 ദിവസം കഴിഞ്ഞപ്പം ഈ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പൈപ്പ് ആ ഓണർ വേറെ ആ സ്ഥലത്തിൻ്റെ തന്നെ വേറൊരു സൈഡിൽ കൂടെ പൈപ്പ് ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഈ ഇതിലിട്ടോളാൻ പറഞ്ഞു. നമ്മുടെ നേരെ പറമ്പിൻ്റെ നേരെയാണ് ആ പറമ്പിൻ്റെ അതിര് കിടക്കുന്ന നേരെ മുമ്പിൽ നിന്ന്, അവിടെ നിന്ന് 200 മീറ്ററോളം അവരുടെ പറമ്പിൽ കൂടെ നമുക്ക് ഈ ഹൈവേ താണ്ടി നമുക്ക് പൈപ്പ് ഇടാനുള്ള പെർമിഷൻ പരിശുദ്ധ അമ്മ മേടിച്ച് തന്നു. നമുക്ക് ഇപ്പോൾ 360 ദിവസവും വെള്ളം കിട്ടുന്ന രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ആ സ്വപ്ന ദർശനം കാണിച്ചു തന്ന അതേ തടത്തിലാണ് നമ്മൾക്ക് അവിടെ കണക്ഷൻ ചെയ്യാനായിട്ട് കിട്ടിയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെന്ന്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് സന്ധ്യപ്രാർത്ഥന, ഞാൻ ഉടമ്പടിക്ക് മുമ്പിൽ സന്ധ്യപ്രാർത്ഥന അത്ര ചിട്ടയോടെയൊന്നും അല്ല ചെല്ലുന്നത്. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പിന്നെ ഷോർട്ട് കട്ടായിരുന്നു. അതേപോലെ തന്നെ ആകുന്ന എത്രയും നമ്മൾ കുറച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന രീതിയിൽ കുരിശുവര ചൊല്ലുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ 6:30 തൊട്ട്, ഞാനും എൻ്റെ മദറിലോയും ഞങ്ങൾ 6:30 തൊട്ട് ബൈബിള് വായിക്കും. 7:30 ആകുമ്പോൾ കൃത്യമായിട്ട് കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കുരിശുവരയ്ക്ക് ഇരിക്കും. അതേപോലെ തന്നെ ഒരു സമാധാനം, കുരിശുവര ഒരു 8:30 8:45 വരെയുണ്ട്, സ്തുതിപ്പ് എല്ലാം. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം 2022 പരിശുദ്ധ അമ്മ ഒരു 3/4 മണിക്കൂർ രൂപക്കൂടിൻ്റെ അവിടെ നിന്ന് അമ്മ ഇങ്ങനെ പല രൂപമായിട്ട് അമ്മ വന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു.
അപ്പോൾ അന്ന് ഞങ്ങളൊരു 500 ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മേനെ ഏൽപ്പിച്ച ദിവസം, അത് ഞങ്ങൾക്ക് അറിയത്തില്ല, 500 ജപമാല ചൊല്ലാമെന്ന് വിചാരിച്ച് ചൊല്ലിയതാ. പക്ഷെ അന്ന് 503-ാമത്തെ കൊന്തയായിരുന്നു, ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു, ചൊല്ലി അത്ര ആയോന്ന് അറിയത്തില്ലായിരുന്നു. അന്ന് അമ്മയുടെ കയ്യിൽ കുറേ ജപമാല അമ്മ ഇങ്ങനെ കുലുക്കി കാണിച്ച്. ഇത് 2021 നടന്നത്. 2022 മോൾക്കൊരു സ്വപ്നം കാണുവാണ്. മോള് ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഒരു കുന്ന് മുല്ലപ്പൂ പിടിച്ചുകൊണ്ട് വരുന്നു. അമ്മ ജോസപ്പച്ചന് കൊടുക്കുന്നു. ജോസപ്പച്ചൻ മൂക്ക് കൊടുക്കുന്നതായിട്ടൊരു സ്വപ്നം കാണുന്നു. 2023 മെയ് മാസത്തിൽ എന്നോട് അമ്മ പറയുന്നു, കുഞ്ഞെ അഖണ്ഡ ജപമാല ചൊല്ല്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഇത് എങ്ങനെയായിരിക്കുന്നു. രണ്ടാമത് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നോട് അമ്മ ചോദിച്ചു, അഖണ്ഡ ജപമാല ചൊല്ലുന്നില്ലേ? പിന്നെ ഞാൻ ഓർത്തു ഇതെങ്ങനെ ചൊല്ലൂ അമ്മയെന്ന് ഞാൻ ചോദിച്ചപ്പം, നീ പട്ടാളക്കാരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ഡ്യൂട്ടി അവേഴ്സ് വെച്ചാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അഖണ്ഡ ജപമാല അവേഴ്സ് വെച്ച് ചൊല്ലാമെന്ന്. അങ്ങനെ 3-ാമത്തെ ദിവസം പിന്നെ ഞാനങ്ങ് ചൊല്ലി അങ്ങ് മനസ്സിൽ വെച്ചതേ ഉള്ളൂ, പക്ഷേ ചൊല്ലാനായിട്ട് തുടങ്ങുന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ അമ്മ വാർണിംഗ് പോലെ അഖണ്ഡ ജപമാല ചൊല്ലുന്നില്ലേ എന്ന് ചോദിച്ചു. അന്ന് തന്നെ ഞാനൊരാളോട് പറയുന്നു ജപമാല ചൊല്ലാമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം 3 പേരാകുന്നു, 5 പേരാകുന്നു, 6-ാമത്തെ ദിവസം 26 പേരാകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി 6-ാമത്തെ ദിവസം 26 പേര് തരുന്ന അമ്മ ഉടമ്പടിയാണ് 6-ാമത്തെ ദിവസം 6. അങ്ങനെ എനിക്ക് വിചാരിച്ച് അന്ന് ഞങ്ങൾ ഈ അഖണ്ഡ ജപമാല ചൊല്ലാൻ തുടങ്ങി. 42-ാമത്തെ ദിവസം കൃപാസന അമ്മയുടെ അഖണ്ഡ ജപമാല ചൊല്ലുന്നവർക്ക് കിട്ടുമെന്ന് അറിഞ്ഞ്, അങ്ങനെ സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഇത് അറിയുന്നത്. 6-ാം തീയതി എൻ്റെ മോള് 7-ാം തീയതി ഇവിടെ വരുന്നു. 7-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. 7-ാം തീയതി മോക്ക് ഈ അൾത്താരേന്ന് ആദ്യമായിട്ട് 1000 മണി ജപമാല അച്ഛൻ മോക്കടെ കയ്യിലോട്ട് കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതേപോലെ തന്നെ ആ അഖണ്ഡ ജപമാല വീട്ടിലേക്ക് വരുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. അന്ന് മുതൽ സെപ്റ്റംബർ 9-ാം തീയതി മുതൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയും എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ആഴ്ചകളിലും ജപമാല ചൊല്ലുന്നുണ്ട് ഞങ്ങൾ അഖണ്ഡ ജപമാല. അനേകം മക്കൾ വന്ന് അഖണ്ഡ ജപമാല ചൊല്ലി അനേകം മക്കൾക്ക് രോഗസൗഖ്യ സാക്ഷ്യങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വലിയ സാക്ഷ്യം പറയുന്നവരെ ഉള്ളവർക്ക് ഞാൻ ഇവിടെ ഒരു നിർത്ത് വന്നിട്ടുണ്ടോയെന്ന് സാക്ഷ്യം പറയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി മക്കളെ പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കാനായിട്ട് പറയാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷിത വേല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം 5ഉം 6ഉം കെട്ടും പുതുക്കിന് വരുമ്പോൾ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ചന്തകളിൽ ഹോസ്പിറ്റലുകളിൽ ഒത്തിരി ക്രൗഡ് എവിടെയാണോ അവിടെയൊക്കെ ഈ പത്രം കൊടുത്ത് അവരോട് പറഞ്ഞ് അമ്മേനെക്കുറിച്ച് പറഞ്ഞ് കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കും. അങ്ങനെ ഒത്തിരി മക്കളെ ഇവിടെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി മക്കളെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയും. ഇതിനൊക്കെ നമ്മൾ യോഗ്യതരല്ല, എങ്കിലും പരിശുദ്ധ അമ്മയും ഈശോയും ഇതിനെല്ലാം ഒരുക്കി തന്നു. അതേപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി എല്ലാ മാസവും ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ഞങ്ങൾ പോയിട്ട് അനാഥാശ്രമത്തിൽ പോയിട്ട് വയസ്സായ അമ്മമാരെയും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളുള്ള അമ്മമാരെയും കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രങ്ങളിൽ കഴുകി കൊടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ രോഗികളായ ഉള്ള അമ്മമാർക്ക് നേർച്ച തൈലം ഞങ്ങൾ കൊണ്ടുപോകും, ഉപ്പ് കൊണ്ടുപോകും. അവർക്ക് ആവശ്യമുള്ളവർക്ക് നേർച്ച തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്ത് കൊടുക്കാറുണ്ട്. അതേപോലെ അവർക്കും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഒത്തിരി മക്കളെ അതേപോലെ തന്നെ മൊത്തമായിട്ട് ഞാൻ മാറി എന്നുള്ളതാണ് ഏറ്റവും വലുത്. വിശുദ്ധ കുർബാന നേരത്തെയൊക്കെ സർവീസിലുള്ള സമയത്തൊക്കെ പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടങ്ങളാണ്. സർവീസിലൊക്കെ പട്ടാളത്തിലൊക്കെ അറിയാം, നമുക്ക് ഞായറാഴ്ചകളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡ്യൂട്ടികളൊക്കെ വരുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ മൊത്തം എൻ്റെ ജീവിതത്തിൽ ഒരു 5ഓ 6ഓ കുർബാനയൊക്കെയാണ് ഞാൻ ഈ സർവീസിൽ കയറിയ പിന്നെ കൂടിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ പെൻഷൻ പോകുന്ന ഈ അമ്മയുടെ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ 2 വർഷത്തോളം കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. അത് ഏറ്റവും വലിയ എൻ്റെ അനുഗ്രഹമാണ്. ഈശോ കാണിക്കുന്ന ഒരു വലിയൊരു കരുണയാണ്.
അതേപോലെ തന്നെ ഈശോയെ പല ഈശോ വന്ന് കട്ടിലയിലിരിക്കുന്ന ഒരു അനുഭവം, പരിശുദ്ധ അമ്മ അടുത്ത് വന്നിരിക്കുന്ന സമയം അമ്മ സംസാരിക്കുന്നു, പല രീതിയിലായിട്ട് അമ്മ ഇതെല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും. കാരണം ഉടമ്പടി ഈ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് എല്ലാവരും അനുസരിച്ചാൽ ദൈവം ഐശ്വര്യം തരുന്ന കർത്താവാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകുന്നേ. മിനി സന്തോഷ് തൻ്റെ സർവീസിനിടയിൽ തനിക്കുണ്ടായ അപകടത്തെക്കുറിച്ചും അത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. അങ്ങനെ തനിക്ക് തൻ്റെ ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറിയ സാക്ഷ്യം പറഞ്ഞിരുന്നു. വീണ്ടും തനിക്ക് എങ്ങനെയാണ് 2012 മുതൽ താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന കഴുത്തുവേദന, അത് പിന്നീട് തനിക്ക് എങ്ങനെ മാറുന്നു, താൻ കുറേയേറെ വർഷങ്ങളായിട്ട് മെഡിസിൻ ഉപയോഗിച്ചിട്ടും തനിക്ക് മാറാതിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളിലൂടെ പൂർണ്ണമായും മാറി. തനിക്ക് മറ്റൊരു മെഡിസിനും താൻ ഉപയോഗിച്ചിട്ടില്ല. 1 വർഷം താൻ മെഡിസിൻ ഉപയോഗിച്ചു, എന്നാൽ അവിടെയൊന്നും തനിക്ക് സൗഖ്യം ലഭിക്കാതിരുന്നത് നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ചു എന്നാണ് പറയുക. ഇവിടെ ഓരോ മക്കളും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അതാണ് സാക്ഷ്യം. അവർ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. തനിക്ക് എങ്ങനെ പിന്നീട് താൻ അതിനെക്കുറിച്ച് മറന്നുപോയി, തനിക്ക് ഈ സൗഖ്യം കിട്ടിയതൊന്നും താൻ ഓർത്തില്ല, പിന്നീട് എങ്ങനെ അമ്മ തന്നെ അത് ഓർമ്മിപ്പിച്ചു. അത് ഇന്ന് താൻ അത് കൂടുതൽ അനുഭവിക്കുകയാണ്. അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും അത് സുഗന്ധ അഭിഷേകമായിട്ട് ജപമാല അമ്മ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അമ്മ അഖണ്ഡ ജപമാല ചൊല്ലുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് അമ്മ പ്രചോദനം കൊടുക്കുന്നു. മറ്റൊരാളല്ല ഇവിടെ പറയുക, ഒരു തേർഡ് പേഴ്സൺ അല്ല, ഇത് അനുഭവിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ വന്ന് പറയുക, ഞാൻ ദൈവത്തെ ഇങ്ങനെ അനുഭവിക്കുന്നു, നിങ്ങൾക്കും ഇതിന് സാധിക്കും. ഈ മകൾ പല ആവർത്തി ഇതിവിടെ പറഞ്ഞു. അതായത് ഈ ഒരു അനുഭവമാണ് ഉടമ്പടിയുടെ മാത്രം സ്വന്തം, മറ്റൊരു പ്രാർത്ഥനാ രീതിക്കും ഇല്ലാത്ത ഒരു അനുഭവമാണത്. ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക, നേരിൽ സ്വരം കേൾക്കാൻ സാധിക്കുക, ദർശനത്തിലൂടെ നമ്മോട് സംസാരിക്കുക. അങ്ങനെ എത്രയോ വർഷങ്ങളായി തങ്ങൾ ആഗ്രഹിച്ചിരുന്നു, തങ്ങൾക്ക് കൃഷിയിടമുണ്ട്, ആ കൃഷിയിടത്തിൽ ഒരു ജലലഭ്യതയില്ല. അപ്പോൾ അവിടെ ജലലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ വലിക്കുവാനൊക്കെ അയൽക്കാർ സമ്മതിക്കാതിരുന്ന അവസരത്തിൽ പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിനു മുമ്പൊരു ദർശനം കാണുന്നു. വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഇന്ന് തങ്ങൾക്ക് വർഷം മുഴുവനും തങ്ങൾക്ക് ജലം ലഭിക്കുന്ന രീതിയിൽ പുഴയിൽ നിന്ന് തങ്ങൾക്ക് വെള്ളം എടുക്കുവാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ അത് അയൽക്കാർ സമ്മതിക്കാതിരുന്നവർ കൂടെ സമ്മതിച്ചു എന്നൊക്കെയാണ് നാം കേട്ടത്. അതുപോലെ വീണ്ടും വർഷങ്ങളായിട്ട് മാറാതിരുന്ന 3 വർഷമായിട്ടുണ്ടായിരുന്ന ഉപ്പൂറ്റി വേദന, 21 വർഷമായിട്ട് ബന്ധുക്കളുമായിട്ട് അകന്നു കഴിയുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെടുമ്പോൾ അവിടെയൊക്കെ വറ്റാത്ത നീരുറവകൾ എങ്ങനെയാണ് വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്നതെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി എന്ന് പറയുക. അത് പരിശുദ്ധ അമ്മ നമ്മെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം അത് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ന് തൻ്റെ ആത്മീയ ജീവിതം എങ്ങനെയാണ് തങ്ങളുടെ കുടുംബ പ്രാർത്ഥന മാറ്റിവെച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം ഓരോന്നും അക്കമിട്ട് ഈ മകളിവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉടമ്പടിക്ക് ശേഷമാണെന്നും നിങ്ങൾക്കെല്ലാവർക്കും ഇത് ലഭിക്കുമെന്നുമാണ് പറയുക. അമ്മയെ സ്നേഹിച്ചാൽ അമ്മ നമ്മുടെ കൂടെ വരും. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരി മാതാവെന്ന് പറയുക. നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഇന്ന് അമ്മയെ തോളിലേറ്റി നടക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നു. അത് കൃപാസനത്തിലൂടെ ഇന്ന് 1000 മണി ജപമാലയൊക്കെ ആയിട്ട് തൻ്റെ കുടുംബത്തിലേക്ക് ഇന്ന് എത്രയോ പേരാണ് കടന്നു വന്ന് പ്രാർത്ഥിക്കുക. അവർക്ക് കിട്ടുന്ന സൗഖ്യാനുഭവങ്ങൾ അവിടെ പങ്കുവയ്ക്കുന്നു. വലിയ വലിയ അനുഭവങ്ങൾ ഇവിടെ വന്ന് പങ്കുവെച്ചു. ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇതൊന്നും എവിടെയോ നടക്കുന്ന കാര്യങ്ങളല്ല, ഇന്ന് ഈ മകളുടെ കുടുംബത്തിൽ മകളുടെ ജീവിതത്തിൽ നടന്ന കാര്യമാണ്. നമുക്കും ദൈവത്തിൻ്റെ സ്വന്തമാകാം. ഉടമ്പടിയിലൂടെ ദൈവിക കൃപകൾ നേടി ദൈവ പൈതലായി ഈശോയോട് ചേരാനായിട്ട് അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.